السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين وإنهم ليصدونهم عن السبيل ويحسبون أنهم مهتدون حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين فبئس القرين. ولن ينفعكم اليوم إذ ظلمتم أنكم في العذاب مشتركون. أفأنت تسمع الصم أو تهدي العمي ومن كان في ضلال مبين. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ ചെറുപറമ്പ് മഖാം ഉറൂസിന്റെ പ്രഗത്ഭരായ ഭാരവാഹികളെ, നപ്പോക്കുലു എന്ന ഈ മലയോര കൊടക് പ്രദേശത്ത് ഇത്രയും വലിയൊരു സംവിധാനം ഒരുക്കി ഷഹീദ് അബ്ദുറഹ്മാൻ വലിയുല്ലാഹിയുടെ തൊട്ടടുത്ത നിമിഷം കൊള്ളുന്ന സയ്യിദ് അവറുകളുടെയും ഉറൂസ് മുബാറക്ക് വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ച് ഈമാനികമായ ആധ്യാത്മികമായ റുഹാനിയായ വെളിച്ചം അവർ പകർന്നു തന്നതിനെ നമ്മുടെ മനസ്സുകളിലേക്ക് ഒരാവർത്തി കൂടെ വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഈ ഉറൂസ് പരിപാടി ഇവിടെ നടക്കുന്നത്. കർണാടകയുടെ തണുപ്പുള്ള പ്രദേശമാണ് കൊടക്. ഈ സാഹചര്യത്തിലും നേരത്തെ നിശ്ചയിച്ച ആ ഒരു തീരുമാനത്തിനനുസരിച്ച് നമ്മുടെ പരിപാടി ഇവിടെ നടക്കുകയാണ്. വളരെ മുമ്പ് തന്നെ ഈ ഒരു പരിപാടിയുടെ ഡേറ്റുകളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനനുസൃതമായി ഇവിടേക്ക് എത്തിച്ചേരാനും നിങ്ങളുമായി സംവദിക്കാനും അവസരം നൽകി അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. നമ്മളൊക്കെ ഈ നിശ്ചയിക്കപ്പെട്ട പരിപാടിയുടെ
ഡേറ്റ് ഇങ്ങനെ ആയതിൻ്റെ പേരിൽ ഇവിടെയാണെങ്കിലും നമ്മുടെ മനസ്സ് കുനിയയിൽ നടക്കുന്ന സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക പരിപാടിയോടൊപ്പമാണ് ഇൻഷാ അല്ലാഹ് നാളെ നടക്കുന്ന പൊതുപരിപാടിയിൽ നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാവണം. നമ്മുടെ പ്രവർത്തകരടക്കം ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ SKSF-ന്റെ പ്രവർത്തകന്മാരൊക്കെ നാളെ രാവിലെ തന്നെ ഞാനും ആ ഒരു വേദിയിലേക്ക്, നഗരിയിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ്. ആ വലിയൊരു പണ്ഡിത ഉമറാക്കളുടെ, സാദാത്യങ്ങളുടെ ഒത്തുചേരൽ, 100 വർഷത്തെ ആധ്യാത്മിക പാരമ്പര്യത്തിന്റെ വിജയഗാഥയുടെ സമർപ്പണത്തിന്റെ, അതോടൊപ്പം വൈജ്ഞാനികമായി സമൂഹത്തെ സമുദ്ധാരണം ചെയ്തതിന്റെ, ദഅവത്തിന്റെ ആ ഒരു വിളംബരത്തിലേക്ക് നമ്മളും അംഗമാവണം ഇൻഷാ അല്ലാഹ്. നാളത്തെ പൊതുസമ്മേളനം വലിയൊരു വിജയമാക്കി തീരും. അള്ളാഹു അങ്ങനെ തീർത്തു തരട്ടെ എന്ന് പ്രത്യേകം നമ്മളൊക്കെ പ്രാർത്ഥിക്കുക കൂടിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സജ്ജനങ്ങളെ നമുക്ക് പരിചയപ്പെടാനും അല്ലെങ്കിൽ അവരുമായി ഇടപഴകാനും അവസരമുണ്ടാക്കി തരുന്നത് നമ്മുടെ മനസ്സുകളിലേക്ക് നന്മയുടെ ചിന്തകൾ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, പരലോകത്തെക്കുറിച്ചുള്ള ആലോചനകൾ, ഇത് നൽകുന്ന ആളുകളെ, സാഹചര്യങ്ങളെ, ചുറ്റുപാടുകളെ, വേദികളെ നമുക്ക് അന്യമായി കാണാൻ പാടുള്ളതല്ല. മനുഷ്യനോടുകൂടെ അല്ലാഹു ഒരു ഖരീനിനെ നിശ്ചയിച്ചു തന്നു. നമ്മുടെ കൂടെ ഒരു ശൈത്വാനിനെയും അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. ആ ശൈത്വാൻ നമ്മുടെ ഖരീനാണ്. അല്ലാഹുവിന്റെ മലക്ക് നമ്മളോടൊപ്പമുണ്ട്. ഓരോ മനുഷ്യന്റെയും സാഹിബായി അല്ലാഹുവിന്റെ ഒരു മലക്ക് കൂടെയുണ്ട്. ഖരീനായി ഒരു പിശാചും കൂടെയുണ്ട്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് മനുഷ്യർ അകന്നു പോകുമ്പോ വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദു ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റോ ഓർമ്മകളോ നമ്മുടെ മനസ്സുകളിൽ നിന്ന് മായുമ്പോ ആ പിശാചിന്റെ സ്വാധീനം നമ്മിൽ അതിശക്തമായി പ്രകടമാവുകയും പൈശാചികമായ പ്രവൃത്തികളിലേക്ക് മനുഷ്യൻ വഴിമാറുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് സുഖ്റുഫിൽ പരാമർശിച്ച ഭാഗമാണ് ഞാൻ ഓതിവെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين وإنهم ليصدون عن السبيل ويحسبون أنهم مهتدون حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين يا ليت بيني وبينك بعد المشرقين فبئس القرين. സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ പരിചയപ്പെടുകയും സ്വാലിഹീങ്ങളായ ആളുകളുടെ തർബിയത്തനുസരിച്ച് ജീവിക്കുകയും സജ്ജനങ്ങളെ കൂട്ടുപിടിക്കുകയും ചെയ്യേണ്ടതിനു പകരം ആരൊക്കെയാണോ തിന്മയുടെ വഴികളെ തെരഞ്ഞെടുത്തത് അവർക്ക് അല്ലാഹു അവരുടെ ഖരീനായ പിശാചിനെ അതിശക്തമായ സ്വാധീനം ചെലുത്തുന്ന വിധം അവർക്ക് പരീക്ഷണമായി അല്ലാഹു നൽകുന്നുവെന്നാണ് ഈ ആയത്തിന്റെ സാരം. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ.
നിങ്ങൾ ഓരോരുത്തരുടെയും മതബോധം അളക്കപ്പെടുന്നത്, നിങ്ങളുടെ ദീൻ അളക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ചു ചെയ്യേണ്ട കാര്യമാണ് ആരെയാണ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനായി കൊണ്ടു നടക്കേണ്ടത് എന്ന്. അള്ളാഹുവിന്റെ മലക്കുകൾ വിധിയെഴുതുന്നത് നിങ്ങൾ ആരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് നുബുവത്തിന് ശേഷം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ കൂടെയാണ്. സയ്യിദുൽ അംലാഖ് പരിശുദ്ധമായ ഹിറാ ഗുഹയിൽ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന അലഖിലെ ആദ്യത്തെ ആയത്തുകൾ അവതരിച്ചതിന് കാലത്തോളം വഹീന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സുകൊണ്ട് വല്ലാതെ വേദനിച്ച ഒരു നേരമുണ്ട്. ഹബീബിന് ഫത്റത്തിന്റെ വരവ് ഇല്ലാതെയായി. ജിബ്രീൽ അലൈഹിസ്സലാം വരാതെയായി. ജിബ്രീൽ തങ്ങൾ വരുന്നുണ്ടോ എന്ന് ആകാശത്തേക്ക് നോക്കിയിരിക്കുക ഹബീബിന് പതിവായി. അങ്ങനെ മഹാനവറുകൾ ഇറങ്ങി വന്നപ്പോ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അല്ലാ തസൂറുനാ അക്സറ മിമ്മ, ചോദിച്ചു അല്ലാ തസൂറുനാ അക്സറ മിമ്മ തസൂറുനാ. ജിബ്രീലേ, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിക്കുന്ന ഈ ഒരു പതിവിന് വിരുദ്ധമായി നിങ്ങൾക്ക് കൂടുതൽ എന്റെ അരികത്ത് വന്നൂടെ? എന്താണ് നിങ്ങളുടെ വരവ് കുറഞ്ഞു പോയത്? അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, നബിയേ, അങ്ങയുടെ അരികത്ത് വരാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ പടച്ചതമ്പുരാന്റെ അനുമതിയില്ലാതെ എനിക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ നബിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക് ലഹു മാ ബൈന ഐദീനാ വമാ ഖൽഫനാ വമാ ബൈന ദാലിക് വമാ കാന റബ്ബുക നസിയാ. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചല്ലേ നബിയെ എനിക്ക് വരാൻ കഴിയൂ. എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം ആകാശലോകങ്ങളിൽ നിന്ന് അങ്ങയുടെ അരികത്തേക്ക് വരാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ വന്നേനെ നബിയെ. പക്ഷേ വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ എനിക്ക് വരിക സാധ്യമല്ലല്ലോ നബിയെ. അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാത്തത്. ലഹു മാ ബൈന ഐദീനാ വമാ ഖൽഫനാ വമാ ബൈന ദാലിക് വമാ കാന റബ്ബുക നസിയാ. നബിയേ, അല്ലാഹുവിന് അവകാശപ്പെട്ടതല്ലയോ നമ്മൾ? നമ്മുടെ മുമ്പിലും പിറകിലും നമുക്കിടയിലുമുള്ളതെല്ലാം അല്ലാഹുവല്ലയോ നിയന്ത്രിക്കുന്നത്? വമാ കാന റബ്ബുക നസിയാ, അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹു ഒന്നും മറന്നു പോകുന്നവനല്ല നബിയെ. അള്ളാഹു മറന്നതല്ല. അതുകൊണ്ട് എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്. അങ്ങ് എന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് അങ്ങയുടെ കൂടെ ചെലവഴിക്കാനും ആഗ്രഹമുണ്ട്. മുത്തുനിബിതങ്ങൾക്ക് ഈ 3 വർഷക്കാലം ഇടക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവ് കുറഞ്ഞു പോയപ്പോ പുണ്യനിബിതങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തായി പിന്നെ സ്വീകരിച്ച ഒരു മലക്കുണ്ട്, മഹാനായ ഇസ്രാഫീലു അലൈഹിസ്സലാം. 3 വർഷക്കാലം ഇസ്രാഫീലു അലൈഹിസ്സലാം ഹബീബിന്റെ അരികത്തേക്ക് വരുമായിരുന്നു. ഇസ്രാഫീലു അലൈഹിസ്സലാം വഹ്യുമായിട്ടല്ല വരുന്നത്. ഹബീബായ നിബിതങ്ങൾക്ക് അഖ്ലാഖുകളും സ്വഭാവ ഗുണങ്ങളും മഹാസിനുൽ അഖ്ലാഖ് ഹബീബിനെ പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ ഇസ്രാഫീലു അലൈഹിസ്സലാം ആ ഒരു ഇടവേളയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വിലപ്പെട്ട സമയം, നമ്മുടെ വെക്കേഷനുകൾ, നമ്മുടെ ഒഴിവ് സമയങ്ങൾ, നമുക്ക് കിട്ടുന്ന ഒഴിവ് വേളകൾ, നമ്മൾ ഏറ്റവും നല്ല കൂട്ടുകാരെ, ഏറ്റവും നല്ല സുഹൃത്തുക്കളെ, നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ പോകുന്ന ആളുകളെ തിരഞ്ഞെടുക്കണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്. അഖ്ലാഖ്, സ്വഭാവം പഠിപ്പിക്കാൻ ഇസ്രാഫീലു അലൈഹിസ്സലാം 3 വർഷം നിരന്തരമായി ഹബീബിന്റെ അടുത്ത് വന്നു പോയിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെക്കുറിച്ചാണ് ഹബീബ് തങ്ങൾ പറയുന്നത്, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. അല്ലാഹുവാണ് എനിക്ക് അദബ് പഠിപ്പിച്ചത്,
ആ അദബ് പഠിപ്പിച്ചത് എത്രയും മനോഹരമായി അള്ളാഹു നിർവഹിച്ചിട്ടുണ്ട്. എനിക്ക് അദബ് പഠിപ്പിച്ചത്, എനിക്ക് സംസ്കരണം നൽകിയത്, എന്നെ സ്വഭാവശുദ്ധിയിലേക്ക് ഉയർത്തിയത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ വഴിയാണത് നടന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യമുണ്ടാവുകയും ചെയ്ത മഹാനായ നബിയുല്ലാഹി മൂസൽ കലീം അലൈഹിസ്സലാം قال له موسى هل أتبعك على أن تعلمني مما علمت رشدا قال له موسى സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് സീനാ മരുഭൂമിയിലൂടെ ഫലസ്തീനിലേക്ക് കടന്നു വരുന്ന സമയം ഇസ്രാഫീൽ മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാമുമായി മൂസ നബി അലൈഹിസ്സലാം കണ്ടുമുട്ടിയത് സൂറത്തുൽ കഹ്ഫിന്റെ മനോഹരമായ പരാമർശങ്ങളിൽ കാണാൻ കഴിയും. ഖാല ലഹു മൂസ, മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഹൽ അത്തബിഉക എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഖിദ്ർ നബിയെ നിങ്ങളുടെ കൂടെ അങ്ങയുടെ ഖാദിമായി ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി വന്നോട്ടെയോ? ഒരു മുറബ്ബിയായ ശൈഖിന്റെ കൂടെ ഒരു മുരീദ് പോകുന്ന പോലെ മൂസ നബി അലൈഹിസ്സലാം അനുഗമിക്കുകയാണ്. ഞാൻ അങ്ങയുടെ കൂടെ കൂടട്ടെയോ? ലദുന്നിയായ ഇൽമ അല്ലാഹു നൽകിയ മഹാനാണ് ഖിദ്ർ നബി അലൈഹിസ്സലാം. സമാവിയായ വഹി കൊണ്ട്, ശരീഅത്തിന്റെ കിതാബ് കൊണ്ട് അല്ലാഹു ആദരിച്ച കലാമു കൊണ്ട് അല്ലാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായ നബിയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ മൂസ നബി, എനിക്കും ഒരാൾ വേണം, എനിക്കും ഒരു നല്ല കൂട്ടുകാരൻ വേണം, ഒരു ഗുരുനാഥൻ വേണം. അതിനവസരം ഒരുങ്ങിയത് മൂസ നബി അലൈഹിസ്സലാം ആളുകൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഉമ്മ വന്ന് ചോദിച്ചു, മൂസ നബിയെ, മൻ അഅലമു അഹ്ലിൽ അർളി, ആരാണ് ഭൂമിയിൽ ഏറ്റവും അറിവുള്ള ആൾ, ആരാണ് ഏറ്റവും ഇൽമുള്ള ആള്? അതിന് മറുപടിയായി മൂസ നബി അലൈഹിസ്സലാം സത്യസന്ധമായ മറുപടി കൊടുത്തു, അന, ഞാൻ തന്നെയാണ്. അതിന് മറുപടി കൊടുത്തത് അന എന്നാണ്. സത്യത്തിൽ പറയേണ്ടത് അല്ലാഹു അഅലം വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, ഏതറിയുന്ന ആളിന്റെ മുകളിലും അയാളെക്കാൾ അറിയുന്ന മറ്റൊരാളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ, ആ ചോദ്യത്തിന് ഉത്തരം എനിക്കറിയില്ല, ആരാണ് ഭൂമിയിലെ ഏറ്റവും ഇൽമുള്ള ആള്, അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ എന്ന് പറയേണ്ടതിന് പകരം വേദം നൽകപ്പെട്ട, കിതാബ് നൽകപ്പെട്ട, തൗറാത്ത് നൽകപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായ പ്രവാചകൻ സത്യസന്ധമായ മറുപടി കൊടുത്തു. തന്റെ കാലത്ത്, താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത്, മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കിതാബ് നൽകപ്പെട്ട നബിയും മുർസലുമായ മറ്റൊരു റസൂൽ ഇല്ലാത്തതുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, അന, ഞാൻ തന്നെയാണ് അഅലമു അഹ്ലിൽ അർള്, ഞാനാണ് ഏറ്റവും അറിവുള്ള ആളെന്ന് പറഞ്ഞപ്പോ അതിനെ തിരുത്താൻ അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചതാണ് ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ കണ്ടു പരിചയപ്പെടാൻ. അത് വല്ലാത്തൊരു യാത്രയായിരുന്നു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയുടെ അവസാനത്തിലാണ് പറഞ്ഞത്, റഹിമല്ലാഹു അഖീ മൂസ, എന്റെ സഹോദരൻ മൂസ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. മൂസ നബി എങ്ങാനും ഒരൽപ്പം കൂടെ ക്ഷമിച്ചിരുന്നുവെങ്കിൽ എത്രയോ ചരിത്രങ്ങൾ, എത്രയോ അനുഭവങ്ങൾ ഖിദ്ർ നബിയിൽ നിന്ന് കേൾക്കാൻ കഴിയുമായിരുന്നല്ലോ. 3 വിഷയങ്ങളാണ് അവിടെ ഉണ്ടായത്. അവർ യാത്ര ചെയ്ത കപ്പൽ ഖിദ്ർ അലൈഹിസ്സലാം പൊളിച്ചു, അല്ലെങ്കിൽ അതിനെ കേടുവരുത്തി. കപ്പൽ മുങ്ങുമോ എന്ന് മൂസ നബി അലൈഹിസ്സലാം പേടിച്ചു. ഖിദ്ർ നബിയോട് ചോദിച്ചു, ലഖദ് ജിഇത ഷൈഅൻ ഇംറാ, ഖിദ്ർ നബിയെ, മോശമല്ലേ ഇത്? ടിക്കറ്റ് ഇല്ലാതെ, പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കപ്പലിൽ യാത്ര ചെയ്യാൻ നമ്മൾ അനുവദിച്ചതിന് ശേഷം ആ കപ്പൽ നിങ്ങൾ പൊളിക്കുകയാണോ? ആ കപ്പലിന്റെ അക്കരയുള്ള രാജാവ് എല്ലാ നല്ല കപ്പലുകളും പിടിച്ചടക്കുമ്പോ പാവപ്പെട്ടവരുടെ ഈ കപ്പൽ അവർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഖിദ്ർ നബി അലൈഹിസ്സലാം ഇത് ചെയ്തത് എന്ന് പിന്നീട് വിവരിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. പക്ഷേ മൂസ നബി അലൈഹിസ്സലാം മറന്നുപോയി. കൊച്ചു കുഞ്ഞായിരുന്നപ്പോ
വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർദിഈഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. മൂസ നബി അലൈഹിസ്സലാം ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോ ഒരു മരത്തിന്റെ കൊട്ടയിലാക്കി മൂസ നബി അലൈഹിസ്സലാമിനെ ഒഴുക്കി വിട്ടിരുന്നു പ്രിയപ്പെട്ട ഉമ്മ. എന്നിട്ട് ആ കുഞ്ഞ് മുങ്ങിയിട്ടില്ല, ആ കൊട്ട മുങ്ങിപ്പോയിട്ടില്ല. മൂസ നബി എന്ന പിഞ്ചു പൈതൽ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടില്ല. അങ്ങനെ ഒരനുഭവം ഉണ്ടായിട്ടുകൂടെ മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, മഹാനായ പ്രവാചകൻ ചോദിച്ചുപോയി, ലഖദ് ജിഇത ശൈഅൻ ഇമ്രാ. അടുത്ത അനുഭവം നടക്കുന്നത് ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞ സംഭവമാണ്. ഖിദർ നബി അലൈഹിസ്സലാം ആ കുഞ്ഞ് വലുതായി വന്നാൽ എന്താകും എന്ന് കാലേ കൂട്ടി ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് നോക്കി വായിക്കാൻ കഴിഞ്ഞ ഖിദർ നബി അലൈഹിസ്സലാം ആ കുഞ്ഞിന്റെ മാതാപിതാക്കളെ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ ആ കുഞ്ഞിനെ, ആ ചെറുപ്രായമുള്ള ബാല്യത്തിൽ നിൽക്കുന്ന ആ ഒരു മോനെ ഖിദർ നബി അലൈഹിസ്സലാം കൊന്നുകളഞ്ഞു. മൂസ നബി അലൈഹിസ്സലാം ഓർത്തില്ല, അന്നൊരിക്കെ ഒരു ഖിബിത്തിയുമായി ഒരു ബനു ഇസ്രായേലുകാരൻ ശണ്ട കൂടുകയും ആ ഖിബിത്തിയെ വകഞ്ഞു മാറ്റാൻ വേണ്ടി മൂസ നബി അലൈഹിസ്സലാം തള്ളിയപ്പോ ഫവകസഹു മൂസ ഫഖളാ അലൈഹി, അവിടെ ഒരാൾ മരിച്ചു വീണിരുന്നു. അബദ്ധവശാൽ മൂസ നബി അലൈഹിസ്സലാം ഇന്റൻഷനലി ചെയ്തതല്ല, മനഃപൂർവം ചെയ്തതല്ല, വേണമെന്ന് വിചാരിച്ച് ചെയ്തതുമല്ല, അബദ്ധവശാൽ ഒരാൾ അവിടെ മരിച്ചു പോയിരുന്നു. ആ ഒരു അനുഭവം ഓർമ്മയില്ലാതെ മൂസ നബി ചോദിച്ചുപോയി, ഖിദർ നബിയെ എന്തിനാണ് ലഖദ് ജിഇത ശൈഅൻ നുക്റാ, വളരെ മോശമായി പോയില്ലേ നിങ്ങൾ ഈ ചെയ്തത് എന്ന്. അപ്പോഴും ഖിദർ നബിയുടെ മറുപടി വന്നു, മൂസ, എന്റെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ചില വിഷയങ്ങളുടെ ഉൾസാരം എന്താണെന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരുന്നത് വരെ നിങ്ങൾ എന്നോട് ക്ഷമിച്ചു കൂടണം എന്ന് പറഞ്ഞിരുന്നു മൂസ നബി അലൈഹിസ്സലാമിനോട്. പ്രവാചകൻ പറഞ്ഞു, മൂസ നബി അലൈഹിസ്സലാം അദബിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ മഹാൻ പറഞ്ഞു, ഇനിയെങ്ങാനും ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ചുവിട്ടോളൂ, എന്നെ നിങ്ങൾ കൂടെ കൂട്ടേണ്ടതില്ല എന്ന് പറഞ്ഞുപോയി. സത്യത്തിൽ ഇനിയും ഞാൻ അങ്ങ് ചോദിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് മാപ്പ് തന്നേക്കണേ എന്ന് പറയാമായിരുന്നു. പക്ഷെ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞുപോയി, ഇനി ഞാൻ ചോദിക്കുകയാണെങ്കിൽ പിന്നെ എന്നെ കൂടെ കൂട്ടണ്ടെന്ന് പറഞ്ഞുപോയി. അതാണ് ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്. പിന്നെ നടന്നത്, ആരും ഉടമസ്ഥനാരാണെന്നറിയാത്ത ഒരു മതിൽ അവിടെ പൊളിഞ്ഞു കിടക്കുകയാണ്. ചരിത്രം സൂറത്തുൽ കഹ്ഫ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഞാനതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയല്ല. ആ മതിൽ ഒറ്റയ്ക്ക് ഖിദർ അലൈഹിസ്സലാമും മൂസ നബിയും പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നു. ഖിദർ അലൈഹിസ്സലാം അതിന് നേതൃത്വം നൽകുന്നു. യതീമുകളായ 2 മക്കളുടെ സ്വത്ത് ആ മതിലിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. തന്റെ മക്കളുടെ പിതാവ് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഈ മക്കൾക്ക് അല്ലാഹു ഇൽഹാമ നൽകുകയും ആ സ്വത്ത് അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യാൻ വേണ്ടി ആ മതില് പൊളിഞ്ഞു പോകാതിരിക്കാൻ മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം ആ മതില് പണിതപ്പോ മൂസ നബി ചോദിച്ചുപോയി, നിങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു കൂലി വാങ്ങിച്ചുകൂടായിരുന്നോ? എന്തിനാണിത് വെറുതെ ചെയ്യുന്നത് എന്ന് മൂസ നബിക്ക് ഓർമ്മയില്ലായിരുന്നു. അന്നൊരിക്കൽ മദീനയിൽ ഇതേ മൂസ നബി എത്തിയപ്പോ ഒരു വേതനവും ചോദിക്കാതെ 2 പെൺകുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ സൗകര്യം മൂസ നബി അലൈഹിസ്സലാം ചെയ്തു കൊടുത്തിരുന്നു. ആടുകളെ ആ കിണറിന്റെ അരികത്ത് 2 പെൺകുട്ടികൾ തദൂദാൻ ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി കയറി പിടിച്ചു നിൽക്കുന്നത് മൂസ അലൈഹിസ്സലാം കാണുകയും വിശന്ന് തളർന്ന് ഓടിത്തളർന്ന് ഈജിപ്തിൽ നിന്നങ്ങ് ദിവസങ്ങളോളം എടുത്ത യാത്രക്കൊടുവിൽ മദീനയിലെത്തിയപ്പോ ആ ഒരു ദില്ലിൽ മരത്തിന്റെ തണലിൽ മഹാനവർ ഇരിക്കുമ്പോ, റബ്ബി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അല്ലാഹുവേ നീ എനിക്ക് നൽകാൻ പോകുന്ന ഏതനുഗ്രഹം ചെറുതാണെങ്കിലും എനിക്കതിന് ആവശ്യമുണ്ട് റബ്ബേ എന്ന് പറഞ്ഞ്
ആ പെൺകുട്ടികളോട് ഒരു വേതനവും വാങ്ങിക്കാതെ ഒരു പ്രതിഫലവും ചോദിക്കാതെ ഇതേ മൂസ നബി അലൈഹിസ്സലാം ഇതിന് സമാനമായൊരു പണി ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കണം, ഖുർആനിൽ പറയുന്ന ചരിത്രങ്ങളുടെയൊക്കെ ആ ഒരു ബന്ധങ്ങൾ നോക്കണം. മൂസ നബിയുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് ഖദർ നബിയുടെ കൂടെ നടക്കുമ്പോൾ ആ കാണുന്ന അതെ ചോദിച്ചു പോകുന്നത്. ഏതായിരുന്നാലും തന്റെ മുറബ്ബിയായ ഷെയ്ഖിന്റെ കൂടെ ഇത്തിബാഅ് ചെയ്ത് ഖിദ്മത്ത് ചെയ്ത് ആ ഒരു ഷെയ്ഖിനെ അനുഗമിച്ച് ജീവിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ഖദർ അലൈഹിസ്സലാമിന്റെ കൂടെ കൂടും മൂസ നബി അലൈഹിസ്സലാം. അതൊരു സൗഹൃദമാണ്. അവിടെ തന്നെ അല്ലാഹു മൂസ നബിയുടെ ഒരു ഫതയെ കുറിച്ച് പറഞ്ഞു. ഇത് ഖാല മൂസ ലിഫതാഹ്, മൂസ നബി അലൈഹിസ്സലാം അവരുടെ കൂടെ യാത്ര ചെയ്യാൻ കൂടെ കൂട്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ, മൂസ നബി അലൈഹിസ്സലാമിന്റെ സ്വാഹിബ്. അവര് പിന്നീട് ഒരു പ്രവാചകനായി മാറി, നബിയായി മാറി. അവരുടെ പേരാണ് യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം. യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം. അവരുടെ മഖാമ് ജോർഡാനിലുണ്ട്. അമ്മാനിൽ പോയാൽ യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്യാൻ കഴിയും. ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം നടക്കുമ്പോ, അവിടെ ധർമ്മസമരം നടക്കുമ്പോ, നിസ്കാരത്തിന്റെ സമയം അവസാനിക്കാറാകുമ്പോ സൂര്യനെ നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഈ ധർമ്മസമരം മഗ്രിബിന്റെ മുമ്പ് വിജയിക്കണം, അതുകൊണ്ട് ഞങ്ങളുടെ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ പിടിച്ചു വെച്ചു തരുമോ മഗ്രിബാവാതെ എന്ന് ചോദിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കഥ പറഞ്ഞു തരുന്നു. ആർക്ക് വേണ്ടിയാണോ സൂര്യന്റെ ചലനം, ആ പ്രവാചകനാണ് യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം. അവരിലൂടെ അല്ലാഹു ബൈത്തുൽ മുഖദ്ദസിന് മോചനം നൽകി. യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാമിന്റെ മഖാം നിൽക്കുന്നിടത്ത് നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു 40-45 കിലോമീറ്റർ ദൂരമേ, അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്റർ അത്രയേ ദൂരം കാണൂ. കാരണം അമ്മാനിലാണ്, ജോർഡാനിലെ അമ്മാനിലാണ് ഈ മഖാമുള്ളത്. അവിടെ നിന്ന് ഒരൽപ്പം വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തെത്താവുന്ന ദൂരെയാണ് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ നിൽക്കുന്ന കുന്നുള്ളത്, പരിശുദ്ധമായ ജബൽ സൈത്തൂനുള്ളത്. ഖുദ്സ് കിടക്കുന്നത്, പരിശുദ്ധമായ ഈലിയ എന്ന പുരാതന നഗരം കിടക്കുന്നത് അവിടെയാണ്. ഏതായിരുന്നാലും മൂസ നബി അലൈഹിസ്സലാം അങ്ങനെ ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനെ കൂടെ കൂട്ടുകയും, മൂസ നബി അലൈഹിസ്സലാം ഫതയോട് ഖാല മൂസ ലി ഫതാഹ്, മൂസ നബി അവിടുത്തെ കൂട്ടുകാരനോട്, ഫതയോട്, ചെറുപ്പക്കാരനായ യൂഷ അലൈഹിസ്സലാമിനോട് അങ്ങോട്ട് സംസാരിച്ചു എന്നല്ലാതെ യൂഷ നബി മൂസ നബിയോട് ഇങ്ങോട്ട് പറഞ്ഞത് ഒന്നും ഖുർആൻ ഉദ്ധരിച്ചിട്ടില്ല. അത്രമേൽ അച്ചടക്കത്തിൽ മഹാനായ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്ത മഹാനായ യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം. ഈ യാത്രകൾ ഒരുപാട് അറിവുകളുടെ, ഒരുപാട് ഇൽമിന്റെ പ്രസരണത്തിന്, ഹിക്മത്തിന്, തത്വജ്ഞാനങ്ങൾ, ആത്മീയ ജ്ഞാനങ്ങൾ പഠിക്കാൻ അവസരം അള്ളാഹു നൽകുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മഹത്തുക്കളുടെ ഈ ആത്മീയ വഴിയെ സംബന്ധിച്ചാണ്. സ്വാലിഹീങ്ങളുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ കിട്ടുന്ന ഖൈറിനെ സംബന്ധിച്ചാണ്. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അവർ രണ്ടുപേരും ഖൈറിൽ യോജിച്ചവരായിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നബി ഞങ്ങൾ പറഞ്ഞത്, ഇദാ അതാകും മൻ തർളൗന ദീനഹു വ അമാനതഹു ഫസവ്വിജൂഹു ഇല്ലാ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്യിച്ചയക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടുകളിൽ വിവാഹപ്രായമെത്തി വിവാഹം ആലോചിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്ക് ഭർത്താക്കന്മാരായി തിരഞ്ഞെടുക്കേണ്ടത് ആരെയാണ്? ഇദാ അതാകും മൻ തർളൗന ദീനഹു വ അമാനതഹു, അല്ലെങ്കിൽ ഇദാ അതാകും മൻ തർളൗന ദീനഹു വ ഖുലുഖഹു, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ദീനും അവരുടെ സ്വഭാവവും നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഏതെങ്കിലും ഒരു യുവാവിന്റെ ദീനീ ബോധവും അവരുടെ വിശ്വസ്തതയും നിങ്ങൾക്ക് ബോധിക്കുകയാണെങ്കിൽ ഫസവ്വിജൂഹു, നിങ്ങളുടെ പെൺകുട്ടികളെ അത്തരക്കാർക്ക് വിവാഹം ചെയ്യിച്ചു കൊടുക്കണമേ. ഇല്ലാ തകുൻ, നിങ്ങളത് ചെയ്തില്ല എങ്കിൽ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്, ഈ ഭൂമിയിൽ കുഴപ്പങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ
വിവാഹം ആലോചിക്കുമ്പോ ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കേണ്ട ക്രൈറ്റീരിയൻ അവരിൽ ദീനുണ്ടോ ഇല്ലയോ എന്നാണ്. ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ നോക്കേണ്ടത് ദീനുള്ളൊരു ചെറുപ്പക്കാരനെയാണ്. ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങൾ വിവാഹം ആലോചിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം മാത്രമല്ല നോക്കേണ്ടത്, അവിടെ തറവാട് മാത്രമല്ല, സമ്പത്തല്ല. നിങ്ങൾ നോക്കേണ്ടത് ഇതൊക്കെ ഉണ്ടെങ്കിലും അവളുടെ കൂടെ ദീനുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഹബീബ് പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ തരിബത് യദാക്. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തയക്കപ്പെടുന്നതിന് 4 കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന് ലിമാലിഹ, ആ പെൺകുട്ടിക്കുള്ള സമ്പത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് കൊടുത്തയക്കാറുണ്ട്, ഒരു പെണ്ണിനെ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. വലിഹസബിഹ, അവളുടെ കുലമഹിമ, അവളുടെ തറവാട്, അവളുടെ മഹത്വം, അവരുടെ കുടുംബത്തിന്റെ ബഹുമതി, ഇത് നോക്കിയിട്ട് വിവാഹം ചെയ്തയക്കാറുണ്ട്. വലിജമാലിഹ, ഒരു പെണ്ണിന്റെ സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. പിന്നെ പറഞ്ഞു വലിദീനിഹ, അവളുടെ ദീൻ നോക്കിയിട്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. തങ്ങൾ പറഞ്ഞു ഇതൊക്കെ നടക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുള്ള ഒരു പെണ്ണിനെയാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് എന്ന് പുരുഷന്മാരോട് പുണ്യനബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? ആ യോജിച്ചു പോകുന്ന ഭാര്യയും ഭർത്താവും അവരിൽ ദീനുണ്ടാകുമ്പോ ആ കുടുംബത്തിന് വെളിച്ചം കൂടുതലുണ്ടാകും. അവരിൽ ജനിക്കുന്ന മക്കൾ, ആ കുടുംബം, അവരുടെ ബന്ധുക്കൾ, അവരുടെ പരിസരം, അവരിടപെടുന്നിടം എല്ലാം സുഗന്ധമാണ്. അവിടങ്ങളിൽ റഹ്മത്തുണ്ടാകും, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകും, പടച്ചവന്റെ ബറക്കത്തുണ്ടാകും. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ഇണകളെ തെരഞ്ഞെടുക്കുമ്പോ ദീനിയായ സംസ്കാരമുള്ള ആളുകളെ തെരഞ്ഞെടുക്കണം എന്ന് പറയാൻ കാരണം അതൊരു സൗഹൃദമാണ്. അതൊരു ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സൗഹൃദമാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. ആ സൗഹൃദവും ഈമാനിലും ഇസ്ലാമിലും നിലകൊള്ളുന്നതാവണം എന്നാണ് പുണ്യനബി തങ്ങൾ പറയുന്നത്. നമുക്കറിയുമോ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ അഗ്ലൽ മുഹൂരി ഫിൽ ഇസ്ലാം, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള മഹർ വാങ്ങിച്ച മോളാണ് അവര്. ഏറ്റവും വിലപിടിപ്പുള്ള മഹർ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു പെൺകുട്ടിക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മഹദിയായ ഉമ്മു സുലൈം എന്ന് പറയുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മക്കാണ് അത് ലഭിച്ചത്. അബൂ തുൽഹത്തുൽ അൻസ്വാരി എന്നവര് ആ മഹദിയെ വിവാഹം ചെയ്തപ്പോ അനസ് എന്നവരുടെ വാപ്പ വഫാത്തായതിനു ശേഷം മഹദി റളിയല്ലാഹു അൻഹു വേറൊരു വിവാഹം ചെയ്യുകയാണ്. ആ വിവാഹത്തിന് പ്രപ്പോസലുമായി വന്നത് അൻസ്വാരിയായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവാണ്. അബൂ തുൽഹത്തുൽ അൻസ്വാരി തങ്ങൾ വന്ന് ഉമ്മു സുലൈം ബീവിയോട് വിവാഹാഭ്യർത്ഥന നടത്തുമ്പോ അബൂ തുൽഹ തങ്ങൾ മുസ്ലിമായിരുന്നില്ല. മഹദി പറഞ്ഞു, അബൂ തുൽഹ, ഇന്നല്ലാഹ ഹറമ സിന, മുസ്ലിമല്ലാത്ത ഒരാളെ മുസ്ലിമത്തായി എനിക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. പുണ്യനബി തങ്ങൾ അതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണോ നിങ്ങൾക്ക് ബോധിക്കുന്നത് അന്ന് നിങ്ങൾ വാ, നമുക്ക് വിവാഹം ആലോചിക്കാമെന്ന് പറഞ്ഞു. അബൂ തുൽഹ തങ്ങൾക്ക് ദീൻ ഉണ്ടാവാൻ കാരണമായത് ഈ മഹദിയുടെ ഇടപെടലാണ്. മഹദി ചോദിച്ചു, അബൂ തുൽഹ, നിങ്ങൾ എത്ര വലിയ ബുദ്ധിമാനിയാണ് അബൂ തുൽഹ, നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ആളുകൾ മദീനയിലുണ്ടോ വേറെ? എന്നിട്ട് എന്തേ നിങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നത്? എന്തേ നിങ്ങൾ ദൈവങ്ങളെ, ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നത്? എന്തേ നിങ്ങൾ കല്ലുകളിലും രൂപങ്ങളിലും അതുപോലെ തന്നെ മരകഷ്ണങ്ങളിലും നിങ്ങൾ ദിവ്യത്വം കണ്ടെത്തുന്നത് എന്തേ എന്ന് മഹദി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. മഹദി റളിയല്ലാഹു അൻഹു അബൂ തുൽഹ തങ്ങളോട് ചോദിച്ചു, അബൂ തുൽഹ, നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരാൾ പടച്ചതമ്പുരാനായ അള്ളാഹുവിനെ അറിയാതെ പോകുമോ? കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തവനാണ് അള്ളാഹു. ആ പടച്ചവനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും കോടാനുകോടി താരസമൂഹങ്ങളെ പടച്ചവനാണ് അള്ളാഹു. നമുക്കറിയുന്ന ദൃശ്യപ്രപഞ്ചവും അദൃശ്യപ്രപഞ്ചവും പടച്ചവനാണ് അള്ളാഹു. ആ റബ്ബിനെ അബൂ തുൽഹ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്ര പ്രയാസമുണ്ടോ?
പുണ്യനിബിതങ്ങൾ ഇത്രമേൽ മുഅ്ജിസാത്തുകൾ കാണിച്ചു തരുമ്പോ, അമാനുഷികമായ സിദ്ധികൾ കാണിച്ചു തരുമ്പോ, അള്ളാഹുവിന്റെ റസൂലിനെ പ്രവാചകരായി അംഗീകരിക്കുവാൻ എന്താണ് അബൂ ത്വൽഹ നിങ്ങൾക്ക് പ്രയാസം? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അബൂ ത്വൽഹ ചിന്തിക്കാൻ തുടങ്ങി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു ദിവസം മഹാൻ പറഞ്ഞു, ഞാനിതാ വിശ്വസിക്കുകയാണ്, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടല്ല, ആരും എന്നെ പ്രേരിപ്പിച്ചതുകൊണ്ടുമല്ല, ആരും എന്നെ നിർബന്ധിച്ചതുകൊണ്ടുമല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, അബൂ ത്വൽഹ, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്ന പക്ഷം ആ ഇസ്ലാമാണ് എന്റെ മഹർ, എനിക്ക് വേറെ ആഭരണങ്ങൾ വേണ്ട. നിങ്ങളുടെ ഇസ്ലാമാണ് എന്റെ മഹർ. അത് പുണ്യനബി അംഗീകരിച്ചു. പക്ഷെ നമുക്ക് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മഹർ അഖല്ലു മുതമവ്വിലിൻ, വിലമതിക്കുന്ന ഒരു സാധനമായിരിക്കണം ഒരു പെണ്ണിന് മഹർ കൊടുക്കേണ്ടത്. പക്ഷെ ഹബീബിന്റെ കാലത്ത് പുണ്യനിബിതങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ തങ്ങൾ അംഗീകരിച്ച, നമുക്കിപ്പോ ചെയ്യാൻ പാടില്ലാത്ത, എന്നാൽ പുണ്യനിബിതങ്ങൾ അംഗീകരിച്ച എത്രയോ ഖാസുകളായ ഹബീബായ നിബിതങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില അഹ്കാമുകളുണ്ട്. അതിൽപ്പെട്ടതാണിത്. അവരുടെ ഇസ്ലാം എന്റെ മഹറാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മഹാന്മാർ അലിമീങ്ങൾ പറയുന്നത്, അഗ്ലൽ മുഹൂരി ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ the most expensive dowry in the history of Islam. അതാണ് മഹദിയായ ഉമ്മു സുലൈം ബീവിക്ക് മഹറായി കിട്ടിയത്. അബൂ ത്വൽഹ തങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കണം, അബൂ ത്വൽഹ തങ്ങൾ ഉഹദിലുണ്ട്, ഖന്തഖിലുണ്ട്, ഹുനൈനിലുണ്ട്, തബൂക്കിലുണ്ട്, ഹബീബിന്റെ കൂടെ ഹജ്ജ് ചെയ്തു. ഇതിന്റെയൊക്കെ കൂലി ആർക്ക് കിട്ടി? അബൂ ത്വൽഹ തങ്ങൾക്ക് ലഭിക്കുന്ന പോലെ ആ മഹാന നന്മയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന മഹദിയായ ഉമ്മു സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹക്കും അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകിയില്ലയോ? എത്ര വലിയ ഭാഗ്യവതിയാണ്. നോക്കണേ, ആ നന്മയെല്ലാം തന്റെ ഭർത്താവിന് കിട്ടാൻ കാരണക്കാരിയായ മോളാണ്, ഭാര്യയാണ് ഉമ്മു സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ. സ്വഹാബികളിൽ അബൂദർദാ തങ്ങളെ കേട്ടിട്ടുണ്ടോ? അബൂദർദാ റളിയല്ലാഹു അൻഹു ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത റാവിയാണ്. അവസാന കാലഘട്ടം ഷാമിലായിരുന്നു. ഷാമിലാണ് മഹാനവറുകൾ അവസാന കാലഘട്ടം ചെലവഴിച്ചത്. അവിടെയാണ് വഫാത്തായത്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹു മഹദി റളിയല്ലാഹു അൻഹ ഇദാ ഖസാ ഖുലൂബ് അഹ്ലി ശാം, ഷാമുകാരായ സിറിയക്കാരായ ആളുകളുടെ മനസ്സിന് ഒരു കാഠിന്യം തോന്നിയാൽ, അവർക്ക് ഇബാദത്തിന് ഒരു ഉന്മേഷക്കുറവ് തോന്നുകയാണെങ്കിൽ, മഹദിയായ ഉമ്മു ദർദാ ബീവിയെ കാണാൻ അവർ ചെല്ലുമായിരുന്നു. ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് താബിഈങ്ങളോട് മഹദി റളിയല്ലാഹു അൻഹ തർബിയത്തിന്റെ തസ്കിയത്തിന്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുക്കും. അവിടുത്തെ താബിഈയത്തുകളായ മഹദിമാർ ഉമ്മു ദർദാ ബീവിയെ നേരിട്ട് ചെന്ന് കണ്ട് സംസാരിക്കും. മഹദി റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾക്ക്, അവരുടെ മനസ്സുകൾക്ക് സമാധാനം നൽകാൻ കഴിയുമായിരുന്നു. അവരുടെ മനസ്സുകൾക്ക് ഈമാനിന്റെ വെളിച്ചം നൽകാൻ കഴിയുമായിരുന്നു. എവിടുന്നാണ് ഉമ്മു ദർദാ ബീവിക്ക് ഇത് കിട്ടിയത് എന്നറിയുമോ? അവരുടെ ഭർത്താവായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും നന്നാവണം എന്ന് പറയാൻ കാരണം. അവരും ആ സൗഹൃദവും ഈമാനിൽ ഊട്ടപ്പെട്ട സൗഹൃദമായിരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹ വിവാഹാലോചന നടത്തുമ്പോ ലാ തുഫവ്വിതീന ബിനഫ്സികി, പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ബിൻതു ഖൈസ്, നബി തങ്ങളുടെ മോളല്ല ഇത്, ഖൈസ് എന്നവരുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അങ്ങയുടെ ഇദ്ദ കഴിഞ്ഞാൽ, അവരുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അടുത്ത ഒരു പുനർവിവാഹം ഫാത്തിമ നിങ്ങൾ നടത്തുകയാണെങ്കിൽ, ഫാത്തിമ ബിൻതു ഖൈസ് മഹദി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിങ്ങളുടെ ഇദ്ദ കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് അറിയിക്കണമേ. ഇദ്ദ കഴിഞ്ഞു. 4 മാസവും 10 ദിവസവും ഇദ്ദ കഴിഞ്ഞിട്ട് മഹദി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ അരികത്ത് വന്നു, നബിയേ, ഞാൻ ആരെയാണ് വിവാഹം ചെയ്യേണ്ടത്? പുണ്യ നബി തങ്ങൾ ഒരു ഭർത്താവിനെ തെരഞ്ഞെടുത്തു കൊടുക്കുമ്പോ ഏറ്റവും നല്ല ദീനി ചിട്ടയുള്ള ആളുകളെ ഹബീബായ നബി തങ്ങൾ തെരഞ്ഞെടുത്തു കൊടുക്കും. ഫാത്തിമ ബിൻതു ഖൈസ് എന്നവര് പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു,
ഹൽ അർറള അഹദുൻ, ആരെങ്കിലും അങ്ങയോട് ഫാത്തിമ ബിൻതു ഖൈസ് അങ്ങയോട് വിവാഹ ആലോചന നടത്തിയോ? ആരെങ്കിലും വിവാഹത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചുവോ? അർറള എന്ന് പറയുമ്പോൾ തഅരീദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടെങ്കിലും മെല്ലെ വിവാഹാലോചനയുമായി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. രണ്ടുപേര് വന്നിട്ടുണ്ട്. ഒന്ന് മുആവിയ, മറ്റൊന്ന് അബൂൽ ജഹം. ഈ രണ്ടുപേരും എന്റെ അരികത്ത് വന്നു റളിയല്ലാഹു അൻഹുമ, നബിയെ ഞാൻ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത്? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മുആവിയ സുഅലൂഖുൻ, ഇദ്ദേഹം വളരെ വലിയ മിസ്കീനാണ്, ഫഖീറാണ്, കയ്യില് ലാ യംലികു ശൈഅ, ജീവിക്കാനൊന്നും വകയില്ല. പിന്നെ നിങ്ങളും കൂടെ ആകുമ്പോ എങ്ങനെ നിങ്ങളെ പോറ്റാനാണ്? അതുകൊണ്ട് ഫാത്തിമ മുആവിയ വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ വിവാഹം ചെയ്തയക്കുമ്പോ മക്കൾ കയറി ചെല്ലുന്ന വീടില് അവർക്ക് ജീവിക്കാൻ വകയുണ്ടോ എന്ന് നോക്കുന്നതിന് വിരോധമില്ല എന്ന് പഠിപ്പിക്കുക കൂടിയാണ് നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂൽ ജഹമാണെങ്കിലോ അദ്ദേഹം ഫലാ യളഉ അസ്വാഹു അൻ ആതിഖിഹി, എപ്പോഴും വടി പിടിച്ച് നടക്കുന്ന ആളാ. അയാൾ അടിക്കുന്ന ആളാണ്. പെണ്ണുങ്ങൾ അടിക്കും, ഭാര്യയെ തല്ലാനിടയുണ്ട്. അദ്ദേഹം ഒരു ദേശക്കാരനാ, എപ്പോഴും വടി പിടിച്ച് നടക്കുന്ന ആളാ. ആ അടിക്കുന്ന ആളെ ഫാത്തിമ നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ബിൻതു ഖൈസ്, നിങ്ങൾക്ക് ഞാനൊരു പുതിയാപ്പിളയെ തരാം. ആ പുതിയാപ്പിളയാണ് ഹബീബിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ മകൻ, മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങളുടെ മകൻ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഉസാമ തങ്ങൾ കറുത്ത ആളായിരുന്നു, തൊലിനിറം കറുത്തിട്ടാണ്. വാപ്പയാണെങ്കിലോ യൂറോപ്യരെ പോലെ വെളുത്തിട്ടാണ്. സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങൾ നന്നായി വെളുത്ത ശരീരമുള്ള ആളാ. മകനാണെങ്കിലോ നല്ല കറുപ്പാണ്. അതിന് വേറൊരു രസകരമായ ചരിത്രം വേറെയുണ്ട്. ഹബീബിന്റെ മുമ്പിൽ വന്ന് സെയ്ദ് എന്നവര് തന്നെ, പുന്നാര നബിയെ, ഈ വെളുവെളുത്ത ഞാൻ, എന്റെ ഭാര്യയും വെളുത്തവരാണ്, ഉമ്മു ഐമൻ ബറഖ ബീവി, ഞങ്ങൾക്കുണ്ടായി മകൻ ഇങ്ങനെ കറുപ്പാകുമ്പോ നബി എനിക്കൊരു സംശയം ഇല്ലായികയില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയും മോനും മസ്ജിദിൽ കിടന്നുറങ്ങുമ്പോ ആ കാലുകളിലേക്ക് നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, ബഅ്ദുഹാ മിൻ ബഅദ്, ഈ ഉസാമയുടെ മകൻ ഉസാമ സെയ്ദ് ഇബ്നു ഹാരിസയുടെ മകൻ തന്നെയാണ് എന്ന് ഹബീബ് വഹി കൊണ്ട് സ്ഥിരീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സെയ്ദ് എന്നവർക്ക് സമാധാനമായത്. ആളുകളും പറയാൻ തുടങ്ങി, ഇങ്ങനെ ഉണ്ടാകോ, തീരെ ചേർച്ചയില്ലല്ലോ എന്ന് പറയാൻ തുടങ്ങി. അപ്പോ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കറിയുമോ, നല്ല വെളുത്ത കുതിരക്കൂട്ടങ്ങൾക്കിടയിൽ കറുത്ത കുതിരകളെ കാണാറില്ലേ? അതെങ്ങനെയാ? ഏതെങ്കിലും ഒരു വഴിക്ക്, ഏതെങ്കിലും വാപ്പ വല്ലിപ്പയിലോ അമ്മാവനിലോ അമ്മായിലോ എവിടെങ്കിലും ഉണ്ടാകും. അങ്ങനെ ചില ജനറ്റിക് ഫീച്ചർ കാരണം ഉണ്ടാകുമല്ലോ. തങ്ങൾ പറഞ്ഞു, അത് തന്നെയാണ് ഉസാമയിലും സംഭവിച്ചത്. അവരുടെ വല്ലിപ്പമാരിലോ അവരുടെ മുൻതലമുറയിലോ കഴിഞ്ഞു പോയവരിൽ കറുത്ത നിറമുള്ളവരുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് മകൻ ഇങ്ങനെ കറുത്തുപോയത് എന്ന് നബി തങ്ങൾ ഉസാമ തങ്ങളെ സംബന്ധിച്ച് സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങളോട് ഉറപ്പ് കൊടുത്തത് ചരിത്രത്തിൽ വേറെയും അനുഭവം. അൻസാബുകൾ നോക്കുന്ന ഒരു അറാബി വന്നിട്ട് ഉസാമ തങ്ങളുടെയും സെയ്ദ് തങ്ങളുടെയും കാലിലേക്ക് നോക്കിയിട്ട്, ഓ, ഇത് വാപ്പയും മോനും ആണല്ലോ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾക്ക് സന്തോഷമായി. കാരണം തങ്ങളുടെ മുമ്പിൽ വന്ന വിഷയമാണിത്, അത് തങ്ങൾ സ്ഥിരീകരിച്ച വിഷയമാണ്. അത് കാഹിനായൊരു മനുഷ്യൻ കഹാനത്ത് കൊണ്ട് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ അറാഫായൊരു മനുഷ്യൻ പറഞ്ഞത് ഒന്നും ഉണ്ടായിട്ടില്ല, തെളിവായതിന്റെ പേരിലല്ല, പക്ഷേ തങ്ങൾ പറഞ്ഞതിന് ശരിവെക്കുന്നതായല്ലോ എന്നതിൽ ഹബീബിന് സന്തോഷമുണ്ടായത് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇരിക്കട്ടെ, സാമതങ്ങളെ പുതിയാപ്പിളയായി കൊടുത്തു മഹദിയായ ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയ്ക്ക്. സാമതങ്ങളുടെ വാപ്പ സെയ്ദ് ഇബ്നു ഹാരിസ, സെയ്ദ് തങ്ങൾ വഫാത്തായി കിടക്കുന്നത് മൂത്തയിലാണ്. മൂത്ത എന്നത് ഇന്നത്തെ ജോർഡാനിലാണ്. ജോർഡാനിലെ കറഖ് എന്ന് പറയുന്ന അമ്മാനിൽ നിന്ന് 200 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന സ്ഥലമാണ് മൂത്ത യുദ്ധം നടന്ന സ്ഥലം. അവിടെ മഹാന്മാരായ 3 സ്വഹാബിമാരുടെ മഖാമുകളുണ്ട്. ഒന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ, മറ്റൊന്ന് സെയ്ദ് ഇബ്നു ഹാരിസ, പിന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ. 3 പേരും അവിടെയാണ്. അവിടെയൊക്കെ പോയ ആളുകൾക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയും. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയും ഭർത്താവും നല്ലവരാകണം എന്ന് പറഞ്ഞു. നല്ല സൗഹൃദമാണത്. രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ ആ ഒരു സൗഹൃദത്തിന്, ആ ഒരു ദാമ്പത്യ ജീവിതത്തിന്
എന്തെന്നില്ലാത്ത സൗരഭ്യമുണ്ടാകും, എന്തെന്നില്ലാത്ത സുഗന്ധമുണ്ടാകും. നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി യുസല്ലി. ഒരു ഭാര്യയും ഒരു ഭർത്താവുമായി ജീവിക്കുന്ന രണ്ടുപേർ, ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന രണ്ടുപേർ, റഹിമല്ലാഹു റജുല, ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഹബീബിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പണി ചെയ്യുന്ന ആൾക്ക് റഹ്മത്ത് കിട്ടുന്ന അർത്ഥം, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാണ്. റമളാന് കൂടെ വരെയാണ്. അതുകൊണ്ട് ഈ ഹദീസൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ ലിയുസല്ലിയ, പാതിരാവിൽ സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി, ഖിയാമുൽ ലൈലിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു പുരുഷൻ അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. എന്തിന്? ഫഅയ്ഖള ഇംറഅതഹു ലിതുസല്ലിയ മഅഹ, അദ്ദേഹം നിസ്കരിക്കുമ്പോൾ തന്റെ ഭാര്യയും തന്റെ കൂടെ നിസ്കരിക്കണമെന്ന് വിചാരിച്ച് തന്റെ ഭാര്യയെ ഉണർത്തിയിട്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവിന് അല്ലാഹുവേ നീ കൂലി നൽകണമേ, റഹ്മത്ത് ചെയ്യണമേ. ഫഇൻ ഹിയ നാമത്, ആ പെണ്ണെങ്ങാനും ഉറക്കിലേക്ക് വഴുതി പോവുകയാണെങ്കിൽ നളഹ ഫീ വജ്ഹിഹാ മിനൽ മാ, അവളെ ഉറക്കത്തിന് എഴുന്നേൽക്കാൻ സഹായിക്കാൻ വേണ്ടി ഒരൽപ്പം വെള്ളമെടുത്ത് കുടഞ്ഞുകൊണ്ടെങ്കിലും ആ പെണ്ണിനെ എഴുന്നേൽപ്പിക്കുന്ന ഭർത്താവിന് റബ്ബേ നീ റഹ്മത്ത് ചെയ്യണമേ. ഹബീബിന്റെ ദുആയാണ്. പിന്നെ പറഞ്ഞു വറഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈൽ ലിതുസല്ലിയ ഫഅയ്ഖലത് സൗജഹാ ലിയുസല്ലിയ മഅഹാ. ഇതുപോലെ നിസ്കരിക്കുന്ന ഒരു ഭാര്യ തന്റെ ഭർത്താവും തന്റെ കൂടെ നിസ്കരിക്കണമെന്ന് വിചാരിച്ച് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന പെണ്ണ് തന്റെ ഭർത്താവിനെ ഉണർത്തുകയാണെങ്കിൽ ആ പെണ്ണിനെയും അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. ഫഇൻ ഹുവ നാം, ആ ഭർത്താവ് ഉറക്കത്തിലേക്ക് വഴുതി പോവുകയാണെങ്കിൽ നളഹത് ഫീ വജ്ഹിഹി മിനൽ മാ, ഒരൽപ്പം വെള്ളം എടുത്തുകൊണ്ടെങ്കിലും ആ ഭർത്താവിന്റെ മുഖത്ത് തെളിക്കുകയും എന്നിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിസ്കരിപ്പിക്കുന്ന പെണ്ണിനും അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. ഭർത്താവിനെ കൊണ്ട് നന്നാവുന്ന എത്രയോ പെണ്ണുങ്ങൾ, പെണ്ണിനെ കൊണ്ട് നന്നാവുന്ന എത്രയോ ആണുങ്ങൾ. ഈ നന്മയാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദുന്യാ മതാ വഖൈറു മതാഇഹാ അസ്സൗജതു സ്വാലിഹ. ഈ ലോകം നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന സമ്പാദ്യങ്ങളാണെങ്കിൽ ഈ സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമ്പാദ്യം സ്വാലിഹത്തായ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് വാഹനമില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് കച്ചവടമില്ല, സമ്പത്തില്ല, ഇഷ്ടം പോലെ കാശില്ല, പ്രയാസമാണ്, അതൊന്നും ദുഃഖിക്കേണ്ടതില്ല, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഈ ലോകം ഒരുപാട് സമ്പാദ്യങ്ങളാണ്. ഈ സമ്പാദ്യങ്ങളിൽ വെച്ച് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അത് വാഹനമല്ല, കാശല്ല, ആഭരണങ്ങളല്ല, വീടല്ല, കച്ചവടമല്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം ഏതെന്നറിയുമോ? അൽ മർഅത്തു സ്വാലിഹ. അല്ലാഹുവിലേക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, പടച്ചവനിലേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ട് നടക്കാൻ കഴിയുന്ന സ്വാലിഹത്തായ ഒരു പെണ്ണാണ്, ഒരു ഭാര്യയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഈ ആശയം നോക്കണേ. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞ പോലെ സൗരഭ്യമുള്ള, സന്തോഷമുള്ള കുടുംബജീവിതം നമ്മുടെ വീടുകളിലൊക്കെ സ്വാലിഹത്തുകളായ പെണ്ണുങ്ങളും സ്വാലിഹീങ്ങളായ ആണുങ്ങളും ഉണ്ടാകുന്ന ഒരു സുഹൃതമെന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എന്തുകൊണ്ടെന്നറിയോ? രണ്ട് നല്ല മനുഷ്യർ അല്ലെങ്കിൽ ഒരാൾ ഒരു നല്ല മനുഷ്യന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോ ആ സുഹ്ബത്തിൽ നിന്ന് അല്ലാഹു ചില നന്മകളെ ഉണ്ടാക്കി തരും. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? സ്വഹാബിമാർ ആരുടെ കൂടെ ജീവിച്ചത് കൊണ്ടാണ് അവർക്ക് ഈ മഹത്വം കിട്ടിയത്? ആരാണ് സ്വഹാബി? മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡ് നേരമെങ്കിലും ഹബീബായ നബി തങ്ങളുടെ കൂടെ മുഅ്മിനായി സഹവസിച്ച ആളുകളൊക്കെ സ്വഹാബിയും സ്വഹാബിയത്തുമാണ്. ചെറിയ കുട്ടികൾ വരെ സ്വഹാബികളുണ്ട്. ചെറിയ കുട്ടികൾ അവരൊക്കെ സ്വഹാബി എന്നാ പറയാം. എന്തേ? ഹബീബിന്റെ കൂടെ
ജീവിച്ചു എന്നതുകൊണ്ട്. ഹബീബിന്റെ കൂടെ ഒരു സെക്കൻഡ് ചെലവഴിച്ചതിന്റെ പേരിൽ അവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹബീബിന്റെ കൂടെ സമയം ചെലവഴിച്ച സ്വഹാബിയാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്രക്ക് തങ്ങളുടെ കൂടെ യാത്രയിലുണ്ട്. 6 സൗർ ഗുഹയിലുണ്ട്. أعوذ بالله السميع العليم من الشيطان الرجيم إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ആരാണോ ഹബീബിന്റെ സ്വാഹിബുഹു ഫിൽ ഗാർ, അവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സമ്പത്ത് മുഴുവൻ ഹബീബിന് വേണ്ടി ചെലവഴിച്ചവർ. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞു വന്ന് ഹബീബായ നബി തങ്ങൾ ആകാശ ലോകങ്ങളിൽ പോയ കാര്യം മക്കക്കാരോട് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരോട് ചെന്നു സിദ്ദീഖ് തങ്ങളോട് കാര്യം പറയാൻ. ഒരു പറഞ്ഞു, സിദ്ദീഖേ, ഞങ്ങൾ പറയാറില്ലയോ നിന്റെ കൂട്ടുകാരന് ഭ്രാന്താണ് എന്ന്? മഅദല്ലാഹ്, ഇന്നലെ പറയുകയാണത്രേ ഇസ്രാ ചെയ്തുവെന്ന്, ബൈത്തുൽ മുഖദ്ദസിൽ പോയെന്ന്, അവിടെ നിന്ന് 7 ആകാശങ്ങളും കഴിഞ്ഞ് അതിനപ്പുറവും കഴിഞ്ഞ് തിരിച്ചു വന്നത്രേ ഇന്നലെ രാത്രിയിൽ. ഇമ്മാതിരി വർത്തമാനങ്ങൾ പറയുന്ന ഒരാളാണോ സിദ്ദീഖേ നിന്റെ കൂട്ടുകാരൻ എന്ന് ചോദിച്ചപ്പോഴാണ് അവഖാല ലകും ദാക്, എന്റെ റസൂൽ നിങ്ങളോടത് പറഞ്ഞോ? അവര് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ ഇൻ കാന ഖാലഹാ ഫഖദ് സദഖ്, ഹബീബത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, അത് സത്യമാണ്, അത് സത്യമാണ്. ഫസുമ്മിയ സിദ്ദീഖ, അവിടെ മുതലാണ് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ എന്ന് പറയുന്ന ഈ സ്വഹാബി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഈ സംഭവം ശരിവെച്ചതിന്റെ ശേഷമാണ്. അതുമാത്രമോ, ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകളുടെയും ഈമാൻ ഒരു തുലാസിന്റെ തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മാത്രം മറ്റേ തട്ടിലും കൊണ്ടുപോയി വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് ഭാരം തൂങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഹബീബായ നബി തങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ നബി തങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചത് കൊണ്ടാണ്. ഹബീബിന്റെ സുഹ്ബത്തിന്റെ വെളിച്ചമാണത്, ഹബീബിന്റെ സുഹ്ബത്തിന്റെ മഹത്വമാണത്. പുണ്യനബി തങ്ങൾ ഒരു കഥ പറയുന്നു. അന്ന റജുലൻ കാന യഹ്റുസു അലാ ബഖറ, ഒരു മനുഷ്യൻ ഒരു പശുവിന്റെ പുറത്ത് കയറിയിട്ട് അദ്ദേഹം തന്റെ കൃഷിയിടത്തിൽ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൽതഫതത് ഇലൈഹി, ആ പശുവിന്റെ പുറത്ത് കയറാൻ യാത്ര ചെയ്യാനുള്ളതല്ല പശു എന്ന് പറയുന്നത്. ആ ഒരു പാവമൃഗത്തിന്റെ പുറത്ത് യാത്ര ചെയ്യാനുള്ളതല്ല. ഫൽതഫതത് ഇലൈഹി, തന്റെ പുറത്ത് കൃഷിയിടം കിളക്കാൻ വേണ്ടി തന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഉടമസ്ഥനോട് ആ പശു പറഞ്ഞത്രേ, മാ ഖുലിഖ്തു ലിഹാദാ, എന്നെ അല്ലാഹു പടച്ചത് എന്റെ പുറത്ത് യാത്ര ചെയ്യാനല്ല എന്ന് ആ പശു സംസാരിച്ചു എന്ന് പറയുന്ന ചരിത്രം. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. സ്വഹീഹ് മുസ്ലിമിലുണ്ട്, മുത്തഫഖ് അലൈഹി ഹദീസാണ്. പശു സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, കൂടെയുള്ള ചില ആളുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, തതകല്ലമു ബഖറ, ഒരു പശു സംസാരിക്കുകയോ? അത്ഭുതപ്പെട്ടു. അവർക്ക് എന്തോ ഒരു കൗതുകം പോലെ, ഇതെന്തോ സംഭവിക്കുമോ എന്ന തോന്നല്. അപ്പോഴാണ് ഹബീബാ നബി തങ്ങൾ പറഞ്ഞത്, ലാകിന്നി ഊമിനു ബിദാലിക് അന വ അബൂബക്കറിൻ വ ഉമർ, എന്നാൽ ഞാനത് വിശ്വസിച്ചു, എന്റെ അബൂബക്കറും വിശ്വസിച്ചു, എന്റെ ഉമറും വിശ്വസിച്ചു എന്ന് രണ്ടുപേരും അവിടെ ഇല്ലാതിരിക്കെ തന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ ഈമാനിന്റെ ഖനമുള്ള ഈമാനുള്ള മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സ്വഹാബിമാരുടെ ഈമാനിന് പ്രത്യേകതയുണ്ട്. അവർക്ക് ലഭിച്ച പോലെയുള്ള ആത്മീയമായ വെളിച്ചം
താബിഈങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ലഭിക്കുക സാധ്യവുമല്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂലിനെ കാണുകയോ ഹബീബിന്റെ പരിസരത്തിരിക്കാൻ കഴിയുകയോ ചെയ്യുന്നതിനേക്കാളും വലിയ മഹത്വം ഒരു സ്വഹാബിക്ക് ലഭിച്ചതുപോലെ മറ്റൊരാൾക്കും ലഭിക്കുകയുമില്ല. ഹബീബിന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബിമാർ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നകൂനു ഇൻദക, ഞങ്ങൾ അങ്ങയുടെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഫനകൂനു അലാ മാ തറാ, നബിയേ ഞങ്ങളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഈമാൻ വരുന്നുണ്ട് നബിയേ. ഞങ്ങൾ സ്വർഗം കണ്ണിൽ കാണുന്ന പോലെ, നരകം കൺമുമ്പിൽ കാണുന്ന പോലെ, ഹിസാബ് നടക്കുന്ന പോലെ, അല്ലാഹുവിനെ കാണുന്ന പോലെ. പുണ്യ നബിയേ, അങ്ങയുടെ അരികത്ത് നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയാൽ, ഫഇദാ റജഅനാ ഇലാ ബുയൂതിനാ ആഫസ്ന النساء على الفرش, ഞങ്ങളുടെ ഭാര്യമാരൊത്ത് ഞങ്ങൾ കിടപ്പറകൾ പങ്കിടുകയും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു മനസ്സിന്റെ അവസ്ഥ ഞങ്ങൾക്ക് വരുന്നില്ല നബിയേ. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അങ്ങയുടെ മജ്‌ലിസിൽ ഇരിക്കുന്ന പോലെ ഞങ്ങളുടെ മനസ്സ് തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് റസൂലേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാ ഹബീബാ നബി തങ്ങൾ പറയുന്നത്, പുണ്യനബി തങ്ങളുടെ സദസ്സിൽ ഇരിക്കുന്നതിന്റെ മഹത്വം നമ്മൾ ആലോചിച്ചു നോക്കൂ. ലൗ തദൂമൂന അലാ മാ തകൂനൂന അലൈഹി ലസ്വാഫഹതുകുമുൽ മലായികതു അലാ തുറുഖാത്ത് വലാകിൻ സാഅതും വസാഅ. സ്വഹാബികളെ, നിങ്ങൾക്കറിയുമോ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ആ മനസ്സോടുകൂടെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മക്കളോടൊപ്പവും നിങ്ങളുടെ മനസ്സെങ്കിൽ, നിങ്ങൾ പോകുന്ന വഴികളിൽ അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് മനസ്സ് വരികയാണെങ്കിൽ, നിങ്ങൾ ആത്മീയമായ റുഹാനിയായ ആധ്യാത്മികമായ ആ ഒരു വെളിച്ചം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അള്ളാന്റെ മലക്കുകൾ വന്ന് കൈപിടിച്ച് സലാം പറയുമായിരുന്നു. വലാകിൻ സാഅതും വസാഅ, എന്നാൽ ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും, പരലോകത്തിന്റെ ചിന്തകൾ വരും. അത് മാറി മാറി വരുന്നത് സ്വാഭാവികമാണ്, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ എങ്ങാനും അല്ലായിരുന്നുവെങ്കിൽ എന്റെ സദസ്സിൽ ഇരുന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്ന പോലെയാണ് എല്ലാ സമയവും നിങ്ങളുടെ മനസ്സെങ്കിൽ, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ കൈപിടിച്ച് സലാം പറയുമായിരുന്നു. മലക്കുകൾ സലാം പറഞ്ഞിരുന്ന സ്വഹാബിമാരുണ്ട്, അത് കേട്ടവരുണ്ട്. അവരിൽപ്പെട്ട മഹാനാണ് ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. കാന ഇദാ ഇസ്തൈഖദ മിൻ നൗമിഹി, മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ എഴുന്നേറ്റാൽ, സല്ലമ അലൈഹി സാഹിബുൽ യമീൻ, ചുമലിൽ കിടക്കുന്ന വലത് ചുമലിൽ കിടക്കുന്ന മാലാഖ, അസ്സലാമു അലൈക്കും യാ ഇമ്രാൻ. ഇമ്രാൻ ഇബ്നുൽ ഹുസൈനെ, ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അസ്സലാമു അലൈക്കും എന്ന് സാഹിബുൽ യമീൻ പറയും. വസല്ലമ അലൈഹി സാഹിബുൽ ശിമാൽ, ഇടത് ചുമലിൽ കിടക്കുന്ന അസീദ് അലൈഹിസ്സലാം അസ്സലാമു അലൈക്കും എന്ന് മഹാനവറുകളോട് സലാം പറയുമായിരുന്നു. അസുഖബാധിതനായി കിടക്കുന്ന സമയമായിരുന്നു അത്. പിന്നെ മഹാനവറുകൾ ഖൈ എന്ന് പറയുന്ന ചൂട് വെക്കുന്നൊരു ചികിത്സ ചെയ്തു. ആ ചികിത്സ ചെയ്തതിന് ശേഷം മഹാനവറുകൾക്ക് ഈ ഭാഗ്യം ലഭിച്ചില്ല. പിന്നെ മലക്കുകൾ വരുന്നില്ല. പിന്നെ ആ ഒരു കൈ തീ വെച്ച് അല്ലെങ്കിൽ ചൂട് വെച്ച് ചികിത്സിച്ചതിന്റെ ആ വേദനയൊക്കെ മാറിപ്പോയതിന് ശേഷം അല്ലാഹുവിന്റെ മലക്കുകൾ തിരിച്ചു വന്നുവെന്നും ആ മാലാഖമാരുടെ സലാം ഉറക്കത്തിന് എഴുന്നേറ്റ ഉടനെ 2 സലാം മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹു കേൾക്കുമായിരുന്നു. ഒന്ന് വലതുഭാഗത്തുള്ള മലക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയും, മറ്റേത് ഇടത് ചുമലിലുള്ള മലക്കും മഹാനവറുകളോട് സലാം പറയും. ഇങ്ങനെ സലാമുകൾ മലക്കുകളിൽ നിന്ന് കേട്ട ആളുകൾ. ഹബീബാ നബി തങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ച മറ്റൊരു സ്വഹാബിയാണ് ഹബീബിന്റെ സ്വാഹിബായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തങ്ങൾക്ക് വഹി വരുമ്പോ, വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോ കൂടെയുള്ള സ്വഹാബിമാർക്ക് കേൾക്കാൻ കഴിയാത്ത വിധം ഉമർ റളിയല്ലാഹു അൻഹു കാന യസ്മഉ മിത്ല ദവിയിൻ നഹ്ലി, തേനീച്ചകളുടെ ഇരമ്പൽ പോലെ, തേനീച്ചകളുടെ മൂളക്കം പോലെയുള്ള ശബ്ദം ഹബീബിന്റെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുമായിരുന്നു.
വലാ യസ്മഉ ദാലിക ഗൈറുഹു മിനൽ ഹാദിരീൻ ഫിൽ ഗാലിബ്. സാധാരണഗതിയിൽ കൂടെ ഇരിക്കുന്ന മറ്റൊരാൾക്കും കേൾക്കാൻ കഴിയാത്ത വിധം ഉമർ റളിയല്ലാഹു അൻഹുവിന് മാത്രം വഹീന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നുവത്രേ. എന്തുകൊണ്ട്? ആ ഹൃദയത്തിന്റെ വിശാലത, ആ ഹൃദയത്തിന്റെ മഹത്വം എവിടെ നിന്ന് കിട്ടി? ബിസുഹ്ബത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സമയം ചെലവഴിച്ചതിന്റെ പേരിൽ, ഹബീബിന്റെ മജ്ലിസിൽ ഇരുന്നതിന്റെ പേരിൽ. അതുകൊണ്ട് ഇൽമിന്റെ മജ്ലിസിന് മഹത്വമുണ്ട്. ഈ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോഴേ, ഏത് മജ്ലിസിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇൽമിന്റെ മജ്ലിസുകൾക്ക് മഹത്വമുണ്ട് മുഅ്മിനെ. അതുകൊണ്ട് അല്ലാഹു നൽകുന്നൊരു ബറക്കത്തുണ്ട്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച രാവിൽ സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ മകൻ യഹ്യ ബിൻ ഉസൈദ് എന്നവര് കിടക്കുന്ന നേരം തൊട്ടരികത്ത് കെട്ടിയിട്ടിരുന്ന മഹാനവറുകളുടെ കുതിര ചാടുന്നത് കണ്ടു. ഉസൈദ് ബിൻ ഹുദൈർ എന്നവര് ചാടിക്കളിക്കാൻ മേലോട്ട് നോക്കുന്നുണ്ട്. പുറത്തിറങ്ങി നോക്കി, ഒന്നും കാണുന്നില്ല. വീണ്ടും ഖുർആൻ പാരായണം ചെയ്തു. വീണ്ടും മഹാനവറുകൾ ഈ കുതിര ഇങ്ങനെ ചാടുകയാണ്. തന്റെ കുഞ്ഞിന്റെ മീതെ കുതിര ചവിട്ടുമോ എന്ന് പേടിച്ചു. അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഫഇദാ സഹാബത്തുൻ നസലത് മിഥല الظുല്ല, മഹാനായ ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമായ പാരായണം കേൾക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മാലാഖമാർ വിളക്കുകൾ കത്തിച്ചു വെച്ചതുപോലെയുള്ള മേഘപടലമാണ് കണ്ടത്. തിൽക്കൽ മലായികതു നസലത് തനസ്സലത് തസ്തമിഉ الذിക്റ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിൽക്കൽ മലായികതു, അത് അല്ലാഹുവിന്റെ മലക്കുകളാണ്. തനസ്സലത്, അവരിറങ്ങി വന്നു. തസ്തമിഉ الذിക്ർ, പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി, വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഇറങ്ങി വന്ന മലക്കുകളായിരുന്നു അത്. ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഉസൈദ് ബിൻ ഹുദൈർ എന്നവരെ, നിങ്ങളെങ്ങാനും ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നേരം പുലരുവോളം നിർത്താതെ ഓതുകയായിരുന്നുവെങ്കിൽ ലറഊഹന്നാസു അയാനാ, മദീനയിലൂടെ നടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും ആ മേഘത്തിലൂടെ ഇറങ്ങി വന്ന മലക്കുകളെ കാണാൻ കഴിയുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി സ്വഹാബികൾക്ക്. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. അവരിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ആളുകളാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ, സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും അലിയാരിതങ്ങളും. ഇവർക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോ മഹാനവറുകളെ കാണുമ്പോൾ ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ കാണാൻ കഴിയുമായിരുന്നു. വേറെ സഹാബിമാർ കാണുന്നവരുണ്ട്, കാണാത്തവരും ആ സദസ്സിലുണ്ട്. ഏറ്റവും കൂടുതൽ ഹബീബിന്റെ കൂടെ സമയം ചെലവഴിച്ച ആളുകളാണ് ഇവര്. അവർക്ക് കാണാൻ കഴിയും. ദിഹ്യ സഹാബിന്റെ പേരാണ്. സഹാബികളിൽ നല്ല കാണാൻ ഭംഗിയുള്ള സഹാബിയാണ് ദിഹ്യ റളിയല്ലാഹു അൻഹു. ബനി കിലാബ് ഗോത്രക്കാരനാണ്. അതുകൊണ്ട് ദിഹ്യത്തുൽ കൽബി എന്നാണ് അറിയപ്പെടുക. മഹാനവറുകളുടെ രൂപത്തിൽ ജിബ്രീൽ തങ്ങളെ കാണും. അവർ രണ്ട് ദിഹ്യമാരോട് ഇരിക്കുന്നുണ്ട്. ഒന്ന് ജിബ്രീൽ തങ്ങളായിരിക്കും അലൈഹിസ്സലാം. അതാര് കാണും? ഇബ്നു അബ്ബാസ് തങ്ങൾ കാണും, ജാബിർ ബിൻ അബ്ദുല്ലാഹി തങ്ങൾ കാണും, അബൂ ഹുറൈറ തങ്ങൾ കാണും. അത്ഭുതം അതല്ല, ഈ മഹാന്മാരുടെ ജീവചരിത്രം പറഞ്ഞെടുത്ത് ആലിമീങ്ങൾ പറഞ്ഞൊരു കൗതുകമുള്ള വിഷയമുണ്ട്. ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോ ഈ മൂന്ന് പേർക്കും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു, പരിപൂർണമായി നഷ്ടപ്പെട്ടു. അതിന് കാരണം പറഞ്ഞത് അള്ളാഹുവിന്റെ മലക്കിനെ ഒരുപാട് കാലം കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ കാരണം എന്നാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അത് ഭൂമിയിലെ പ്രകാശമല്ല, അത് സൂര്യപ്രകാശമല്ല, സവിശേഷമായ പ്രകാശമാണ്. ആ പ്രകാശത്തിന്റെ ഉടമയായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ അവസരമുണ്ടായതിന്റെ പേരിലാണ് മഹാന്മാരായ ഈ സ്വഹാബിമാർക്ക് കണ്ണിന്റെ കാഴ്ച അവസാന കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അൻ കുഫ അബ്സ്വാറു ഹൗലാഇ ജമീഅ ഫി ആഖിരി അഅമാലിഹിം കാന ബിസബബി النور الذي يشاهدونه
ഫഖദ് അമിയ ഹഉലാഇ ഫീ ആഖിരി അമാരിഹിം. ഇവർക്കൊക്കെ ജീവിതത്തിന്റെ അവസാന കാലം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാ. എന്തേ? അവർ കണ്ട പ്രകാശത്തിന്റെ നേതാവ്, പ്രകാശത്താൽ പടക്കപ്പെട്ട മാലാഖമാരുടെ നേതാവ് അന്നൂറു താം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ ഭാഗ്യമുണ്ടായതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ്, അത്രമേൽ സൗഭാഗ്യമുണ്ടായ ആളുകൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്ന ഹദീസുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടത് ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ത്വലഅ അലൈനാ റജുലുൻ ശദീദു ബയാദി ثوب وشديد سواد الشعر لا يرى عليه اثر السفر ولا يعرفه منا احد. ജിബ്രീൽ തങ്ങളെ കണ്ട കഥ പറയുകയാണ്. ഞങ്ങൾ ഹബീബിന്റെ സദസ്സിൽ ഇരിക്കുമ്പോ നല്ല വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ വന്നു, കറുത്ത മുടിയുള്ള ഒരാൾ. യാത്രയുടെ ഒരടയാളമോ ഒരു പൊടിയോ ചെളിയോ അവരുടെ ദേഹത്ത് കാണുന്നില്ല. ആ ആളെ ഞങ്ങൾ ആർക്കും അറിയുകയുമില്ല. ഹബീബിന്റെ അരികത്ത് വന്ന് കാൽമുട്ട് മടക്കി വെച്ച് ഹബീബിന്റെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ ഇരുന്നു. ഹബീബിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെക്കുറിച്ച് ചോദിച്ചതാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞത്. അഖ്ബിർനി അൻ അമാറാത്തി സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞതൊക്കെ. ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ്, ഇഹ്സാൻ എന്താണ്, എന്നാണ് ഖിയാമത്ത് നാൾ, ഇതൊക്കെ ചോദിച്ച ആ ഒരു മനോഹരമായ ഹദീസ്, ഹദീസ് ജിബ്രീൽ എന്നാണ് ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത്. ആ സമയം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും ഏതാനും ചില ആളുകളുമാണ് അന്ന് ജിബ്രീൽ തങ്ങളെ കണ്ടിട്ടുള്ളൂ. എല്ലാ സ്വഹാബിമാരും കണ്ടിട്ടില്ല. ഉമർ തങ്ങൾ കണ്ടു, കുറച്ചാളുകളും കണ്ടു. എന്തേ? എല്ലാവരും ഒരുപോലെയല്ല ഹബീബിന്റെ സുഹബത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സഹവാസം, അതുകൊണ്ട് പള്ളിയിലെ ഉസ്താദുമാർ, നമ്മുടെ ഖതീബുമാർ, മദ്രസയിലെ ഉസ്താദുമാര്, നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ആളുകൾ, സയ്യിദന്മാർ, അവരുമായുള്ള സൗഹൃദം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അവരെ വെറുപ്പിക്കരുത്. അവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ പറയരുത്. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ അമലുകൾക്ക് താളം തെറ്റും. നമ്മുടെ മനസ്സിന്റെ വിശുദ്ധിയെ അത് ബാധിക്കും. ആലിമീങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹാന്മാരായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, ഇൽമിന്റെ ആളുകള്, അത്തരം ആളുകളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ചെയ്യാനോ പറയാനോ പാടില്ല. എന്തേ? നമ്മുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് സജ്ജനങ്ങളുടെ കൂടെ നടക്കുക. പുണ്യനബി തങ്ങൾ ഇവിടുത്തെ സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞു, ലാ തസുബ്ബൂ അസ്ഹാബി, എന്റെ സ്വഹാബിമാരെ നിങ്ങളാരും ചീത്ത വിളിക്കരുതേ, ചീത്ത പറയരുതേ. ഫലൗലാ അന്ന അഹദകും അൻഫഖ മിഥല ജബലി ഉഹുദിൻ ദഹബാ, നിങ്ങൾ എത്ര വലിയ അമൽ ചെയ്തവരായിരിക്കട്ടെ, ഉഹദ് മലയോളം സ്വർണം നിങ്ങൾ അല്ലാഹുവിന് ദാനം ചെയ്തു എന്നിരിക്കട്ടെ, മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫാ, എന്റെ സ്വഹാബിമാർ ചെയ്ത ഒരു മുദ്ദിനോളമോ, നിങ്ങളുടെ പെണ്ണുങ്ങൾ തലയിൽ വെക്കുന്ന ഒരു ചെറിയ സാധനത്തിന് നസീഫ് എന്ന് പറയാം, ചെറിയൊരു ടവല് പോലത്തെ, അതിനോളമോ ആ മുദ്ദിനോളമോ നിങ്ങൾ ചെയ്ത ഉഹദിനോളം വരുന്നത് എന്റെ സ്വഹാബ് ചെയ്ത ഒരു മുദ്ദിനോളം എത്തുകയില്ല എന്ന് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ അമലുകൾക്ക് കൂലി കൂടുതലാണ്. സ്വഹാബിമാർ കുറച്ച് ചെയ്താൽ മതി, അവർക്ക് പ്രതിഫലം കൂടുതലാണ്. എന്തുകൊണ്ട് കിട്ടിയെന്നറിയോ? നല്ലവരിൽ നല്ലവരായ ഹബീബായ നബി തങ്ങളുടെ കൂടെ നടന്നതിന്റെ പേരിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا وكلا وعد الله الحسنى. മക്കാവിജയം നടക്കുന്നതിന് മുമ്പ്, മക്കാവിജയം കഴിഞ്ഞപ്പോ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നിട്ടുണ്ട്. മക്കാവിജയത്തിന്റെ മുമ്പ് ഹബീബിന്റെ കൂടെ യുദ്ധങ്ങളിൽ സംബന്ധിക്കുകയും പുണ്യനബി തങ്ങളുടെ കൂടെ ത്യാഗങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ആളുകളായ മുഹാജിറുകളും അൻസ്വാരികളും ഈ മക്ക വിജയത്തിന് ശേഷം വന്നവരും ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്.
വകുല്ലം വഅദല്ലാഹുൽ ഹുസ്നാ. എല്ലാ സ്വഹാബിമാർക്കും ഹബീബിന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഹബീബിന്റെ കൂടെ സഹവസിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ഥാനങ്ങളിൽ അവരൊരുപോലെയല്ല. പുണ്യനബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ, യഗ്സൂ ഫിആമും മിനന്നാസ്, ഒരു കൂട്ടം ആളുകൾ യുദ്ധം ചെയ്യാൻ വരും, ഒരു യുദ്ധം നടക്കും. ഫയുഖാൽ, ആ സമയം അവിടെ സൈന്യാധിപന്മാർ വിളിച്ചു ചോദിക്കും, ഹൽ ഫീകും മൻ റആ മുഹമ്മദാ, നിങ്ങളിൽ ആരെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ കണ്ടവരുണ്ടോ ഈ കൂട്ടത്തിൽ? നമ്മുടെ പ്രവർത്തകന്മാര് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് വിജയിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. യഗ്സൂ ഫിആമും മിനന്നാസ് ഫയുഖാലു ഹൽ ഫീകും മൻ റആ മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൽ, നിങ്ങളിലുണ്ടോ, ഫീകും മൻ റആ മുഹമ്മദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുണ്യ നബിയെ കണ്ടവർ നിങ്ങളിലുണ്ടോ? സ്വഹാബിമാരുണ്ടോ എന്ന് ചോദിക്കും. ഫയഖൂലൂന നഅം, അവര് പറയും ഉണ്ട്. ഫയുഫ്തഹു ലഹും, ഒരു സ്വഹാബിയാണെങ്കിലും മദീന, ആ ഒരു സ്വഹാബിയുടെ ബറക്കത്ത് കൊണ്ട് ആ യുദ്ധത്തിൽ അവർക്ക് വിജയമുണ്ടാകും. താബീങ്ങളുടെ കാലത്തും പിന്നെ താബിഈങ്ങളുടെ കാലത്ത് യുദ്ധം നടക്കും. ഹൽ ഫീകും മൻ റആ മുഹമ്മദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരുണ്ടോ? സ്വഹാബിയെ കണ്ടവരുണ്ടോ? ഫയുഖാലു നഅം, അപ്പൊ പറയും ഉണ്ട്. ഫയുഫ്തഹു ലഹും, അവർക്ക് അല്ലാഹു വിജയം കൊടുക്കും. താബിഈങ്ങളുടെ കാലം വരും. ثم يغزو فئام من الناس فيقال هل فيكم من رأى محمدا صلى الله عليه وسلم, റസൂലുള്ളാഹിനെ കണ്ടവരുണ്ടോ? താബിഈങ്ങളെ കണ്ടവരുണ്ടോ എന്നാ ചോദ്യം. തങ്ങളെ കണ്ട സ്വഹാബിമാർ, അവരെ കണ്ട താബിഉകൾ, താബിഈങ്ങളെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങളിലുണ്ടോ? ഫയഖൂലൂന നഅം, അവർ പറയും ഉണ്ട്. ഫയുഫ്തഹു ലഹും, ആ ബറക്കത്ത് കൊണ്ട് അവർക്ക് അല്ലാഹു യുദ്ധത്തിൽ വിജയം കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, നോക്കണേ, തങ്ങളെ കണ്ടു, ആ കണ്ടവരെ കണ്ടു, അവരെ കണ്ടു, ആ കണ്ടവരെ കണ്ടു. ഇതൊക്കെ ബറക്കത്താണ്. അതുകൊണ്ടാണ് നമ്മുടെ സിൽസില, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ആലിമീങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒഴുകിയെത്തുകയാണ്. തങ്ങളിലേക്ക് എത്തുന്നതാണ് ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാരുടെ പാരമ്പര്യം. ആലിമീങ്ങൾ അങ്ങനെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പാരമ്പര്യത്തിലേക്ക് എത്തുന്ന സിൽസില, ത്വരീഖത്തിന്റെ സിൽസിലയെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതിന് തെളിവുണ്ട്. മഹാനായ അബൂദാവൂദ് സജിസ്താനി റഹിമഹുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളിലേക്ക് എത്തുന്ന സിൽസിലയുള്ള മഹാനാണ്. അബൂദാവൂദ് സജിസ്താനി തങ്ങളെ സുലൈമാൻ ബിൻ അശ്അത്ത് എന്നാണ് അറിയപ്പെടുക. സാഹിബുസ് സുനൻ, വേറെയും ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനവറുകൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കണ്ടുപിടിച്ച ആളാ. അവരുടെ ഷെയ്ഖാൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ രീതിയിലൂടെ ആ സ്വഭാവ ഗുണങ്ങളെ, മഹാനവറുകളുടെ ജീവിതചര്യയും ഔറാദുകളും കൊണ്ട് നടന്ന മഹാനാണ് അബൂദാവൂദ് സജിസ്താനി സുലൈമാൻ ബിൻ അശ്അത്ത് റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ ആണെങ്കിലോ ശാഫി ഇമാമിന്റെ ഉസ്താദായിരുന്ന വഖീ ഇബ്നുൽ ജറാഹ് തങ്ങളിൽ നിന്നാണ് മഹാനവറുകൾ ആ മാർഗം സ്വീകരിച്ചത്. വഖീ ഇബ്നുൽ ജറാഹ് തങ്ങൾ പഠിച്ചെടുത്തത് ആരിൽ നിന്നാണ്? സുഫിയാനു സൗരി തങ്ങളിൽ നിന്നാണ്. സുഫിയാനു സൗരി തങ്ങളോ മഹാനായ അല്ലാമ മൻസൂർ തങ്ങൾ, മൻസൂർ ബിൽ മുഅ്തമിർ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന്. മൻസൂർ ബിൽ മുഅ്തമിർ തങ്ങളാണെങ്കിലോ സുലൈമാൻ ഇബ്നു മിഹ്റാനുൽ അഅ്മശ്, ഇമാം അഅ്മശ് എന്ന് പറയുന്ന മഹാനിൽ നിന്ന്. അഅ്മശ് എന്നവരോ
ഇബ്രാഹിമുൻ നഖഇയിൽ നിന്ന്, ഇബ്രാഹിമുൻ നഖഇ എന്നവര് അൽഖമത്തുൻ നഖഇ തങ്ങളിൽ നിന്ന്, അൽഖമ തങ്ങളോ മിൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളിൽ നിന്ന്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവർ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വരീഖത്തിന്റെ സിൽസിലകൾ, ഔലിയാഇന്റെ സിൽസിലകൾ ഇങ്ങനെയാണ്, അത് ലോകത്ത് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇൽമുദ് ദിറായ, ഇൽമുർ റിവായ എന്ന് പറഞ്ഞ രണ്ട് ഇൽമുകൾ ഉണ്ടാവാൻ കാരണം. റിവായത്തിന്റെ ഇൽമ് ഒരു ശൈഖിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ഗുരുനാഥൻ ആരാ? എന്റെ ഗുരുനാഥൻ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, മഹാനവറുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്. ആ തലമുറ കടന്നെത്തുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. നമ്മുടെ മഹത്തുക്കളുടെ ഒരു പാരമ്പര്യമുണ്ട്. സമസ്തകല ജമീഅത്തുൽ ഉലമയുടെ മഹത്തുക്കളായ ആലിമീങ്ങൾ ശംസുൽ ഉലമയിലൂടെ കടന്നു പോകുന്ന ഒരു സിൽസിലയുണ്ട്. കണിയത്ത് ഉസ്താദിന്റെ വഴിക്ക് കടന്നു പോകുന്ന ഒരു സിൽസിലയുണ്ട്. ആ ഒരു വഴി ശരിയാകുമ്പോഴാണ് നമുക്ക് ആ മഹത്തുക്കളുടെ മഹാത്മ്യം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഒറ്റക്ക് കിതാബ് പഠിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ഓതിത്തരാതെ, ഒരു ഗുരുനാഥന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പഠിക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് വായിച്ചിരുന്ന അറബി പഠിച്ചു. ഇപ്പൊ ഗൂഗിളിനോട് ചോദിക്കാം, അല്ലെ, അല്ലെങ്കിൽ ചാറ്റ് GPT യോട് ചോദിക്കാം. ഇതൊക്കെ അറിവ് കിട്ടും. ഇൽമ് കിട്ടണമെങ്കിൽ ശൈഖന്മാരുടെ അടുത്ത് പഠിക്കണം. മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്തുനിന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനവറിൽ നിന്ന് 8 വർഷമോ അതിലേറെയോ കിതാബുകൾ ഓതി പഠിക്കാൻ എനിക്ക് അവസരമുണ്ടായി. കൂട്ടുകൂടുള്ള ആൾക്കാർക്കൊക്കെ അവസരമുണ്ടായി. ആ ഒരു ശൈഖിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, അവരവരുടെ ശൈഖിൽ നിന്ന് അങ്ങനെ കടന്നു പോകുന്ന ഒരു പാരമ്പര്യം. നമ്മുടെ ഉസ്താദുമാർ ദർസ് നടത്തും അങ്ങനെയാണ്. നമ്മുടെ മുദരിസുമാർ, അവർക്ക് ഇജാസത്ത് കൊടുത്തൊരു ഗുരുനാഥനുണ്ടാവും, അവർക്ക് ഇജാസത്ത് കൊടുത്ത മറ്റൊരു ഗുരുനാഥനുണ്ടാവും. ആ ഒരു സിൽസിലയിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ മാർഗം ശരിയാവുന്നത്. അങ്ങനെ ഒരു ശൈഖ് ഇല്ലെങ്കിൽ, അങ്ങനത്തെ ഒരു മനുഷ്യൻ പറയുന്ന ഹദീസ് പണ്ഡിതന്മാരുടെ കാലം അവർ സ്വീകരിക്കൂല എന്നാണ്. ദിറായത്തിന്റെ ഇൽമ് എന്നതിനും പറയാം. ഒരാൾ പഠിച്ചുണ്ടാക്കിയെന്ന്, എന്റെ ശൈഖ് ആരാണ്, ആരിൽ നിന്നാണ് പഠിച്ചത് എന്ന് ചോദിക്കും. ആരിൽ നിന്നാണ് പഠിച്ചത്? അവരുടെ ഉസ്താദ് ആരാണ്? അവരുടെ ഗുരുനാഥൻ ആരാണ്? അവരുടെ ശൈഖ് ആരാണ്? ആ പഠനമാണ് സനദിനെ കുറിച്ചുള്ള ഇൽമ് എന്ന് പറയുന്നതാണ്. റസൂലുള്ളാഹി നിങ്ങൾക്ക് എത്തുന്നൊരു സനദ് വേണം. തങ്ങളുടെ പരിശുദ്ധമായ ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച് അങ്ങനെ പറയാം, തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം തങ്ങളുടെ ഖൗലിന് സനദ് വേണമെങ്കിൽ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായ പുണ്യമായ ബറക്കത്തുള്ള അവിടുത്തെ ഷഅർ മുബാറക്ക്, അവിടുത്തെ എന്ത് നഅൽ മുബാറക്, അവിടുത്തെ പരിശുദ്ധമായ ഖമീസ് മുബാറക് എന്തായിരുന്നോട്ടെ സനദ് വേണമെന്നാണ്. ഹബീബിലേക്ക് എത്തിച്ചേരുന്നു. ആർക്ക് കിട്ടി? ആരിൽ നിന്ന് കിട്ടി? സത്യസന്ധരായ ആളുകളിലൂടെ ആണെങ്കിലാണ് ഉമ്മത്ത് സ്വീകരിക്കുള്ളൂ. ആ ഒരു പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടേണ്ട വലിയൊരു സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, മഹാനായ അല്ലമ ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞത്, ഇന്ന ഹാദൽ ഇൽമ ദീൻ ഫൽയൻദുർ അഹദുകും അമ്മൻ യഅഖുദു ദീനഹു. എവിടെങ്കിലും കൊണ്ടേ പഠിപ്പിക്കരുതെന്നാ, ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി പഠിപ്പിക്കരുതെന്നാ. എങ്ങനെ? ആ ഒരു പാരമ്പര്യത്തിലൂടെ പഠിച്ചു വന്ന ആലിമീങ്ങളുടെ അടുത്താണ് നമ്മുടെ മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട്? ഇന്ന ഹാദൽ അംറ ദീനുൻ, ഇത് ദീനാൻ. ഫൽയൻദുർ അഹദുകും അമ്മൻ യഅഖുദു ദീനഹു, ആരിൽ നിന്നാണ് നിങ്ങൾ ദീൻ പഠിക്കുന്നത് എന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സനദ് വേണമെന്ന ഈ സനദ് എന്ന് പറയുന്നതാണ് ത്വരീഖത്തിന്റെ വഴി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളിലേക്ക്, അഷ്റഫുൽ ഖൽഖ് തങ്ങളിലേക്ക് എത്തുന്ന സനദ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലേക്ക് എത്തിച്ചേരുന്ന സനദ്, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖുതുബുൽ അഖ്താബ് തങ്ങളുടെ സിൽസില ഹസനിയും ഹുസൈനിയുമാണ്. അൻസൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅൻ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. തങ്ങൾക്ക് ഷരീഫ് എന്നാ പറയാ. അറബ് നാടുകളിലൊക്കെ ഷരീഫ് എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്നറിയുള്ളൂ. നമ്മള് തങ്ങൾ എന്ന് പറയും, സയ്യിദ് എന്ന് പറയും. അറബ് നാടുകളിൽ അതറിയപ്പെടണമെങ്കിൽ ഷരീഫ് എന്നാ പറയാ. ഷരീഫ് എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്നറിയുള്ളൂ. ഹാദാ ഷരീഫ് അങ്ങനെ പറഞ്ഞാൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണെന്ന. അൻസൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ. പിതാവിന്റെ പരമ്പരയിലൂടെ ഹുസൈനിയും ഉമ്മയുടെ പരമ്പരയിലൂടെ ഹസനിയുമാണല്ലോ ജീലാനി തങ്ങളെ അങ്ങ്
അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. ഉമ്മയും പിതാവും രണ്ടുപേരും തങ്ങന്മാരാണ്. രണ്ടും ഫാത്തിമയുടെ രണ്ട് ഓരോരോ മക്കളിലേക്ക് എത്തിച്ചേരുന്നത്. വാപ്പ ഹുസൈനിയാണ്, ഉമ്മ ഹസനിയാണ്. അങ്ങനെ അഹ്ലു ബൈത്തിലേക്ക് എത്തുന്ന മഹാനാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളവറുകൾ, അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവറുകൾ. മഹത്തുക്കൾക്ക് ഈ ഒരു പാരമ്പര്യം പറയാൻ കഴിയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇൽമു പഠിച്ച ഒരു മഹദിയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുരീദത്ത് അംറ ബിൻത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയുടെ കൂടെ ഒരുപാട് കാലം മഹദി റളിയല്ലാഹു അൻഹ ഖിദ്മത്ത് ചെയ്ത് ഇൽമു പഠിച്ചു. ആയിഷ ബീവി ഉമ്മാ എന്നാ വിളിക്കുക. യാ ഉമ്മാ, ഉമ്മാ എന്ന് വിളിച്ചുകൊണ്ട് ആയിഷ ബീവിയെ അഭിസംബോധന ചെയ്തിരുന്ന മഹദിയാണ് അംറ ബീവി റളിയല്ലാഹു അൻഹ. അംറ ബീവിക്ക് താബിഈങ്ങൾ കൊടുത്ത മഹത്വം വലുതാണ്. താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ച മഹദിയാണ്. താബിഈങ്ങളും താബിഈങ്ങളെയും കണ്ട മഹദിയാണ്. അവരൊക്കെ അംറ ബീവിക്ക് വലിയ സ്ഥാനം കൊടുത്തു. എന്തുകൊണ്ടെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖാദിമത്തായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ജീവിച്ചവരാണ്. അതുകൊണ്ട് മഹത്തുക്കളുടെ ഈ പാരമ്പര്യത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട് ദീനിൽ. ഇമാം മാലിക് എന്നവർ, മാലിക് റളിയല്ലാഹു തആല അൻഹു, റബീഅത്തുർ റഈ എന്ന് പറയുന്ന മഹാനുണ്ട്. റബീഅത്ത് ഇബ്നു ഫറൂഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരുടെ ഗുരുനാഥനാണ്. മാലിക് എന്നവരുടെ ശിഷ്യനാണ് അല്ലാമ ഇബ്നു വഹബ് തങ്ങൾ. അല്ലാമ ഇബ്നു വഹബ് തങ്ങൾ മാലിക് തങ്ങളിൽ നിന്ന്, മാലിക് എന്നവര് മഹാനായ റബീഅത്തുർ റഈ തങ്ങളിൽ നിന്ന്, അങ്ങനെ ഒരു പാരമ്പര്യത്തിലൂടെ കടന്നു വരുന്നു. ഇമാം ഷാഫിഈ തങ്ങൾ, ഷാഫിഈ തങ്ങളെ നേരിട്ട് പഠിച്ച മഹാനാണ്. മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് ഇമാം ബുവൈത്തി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇമാം മുസ്നി തങ്ങള്, മഹാനായ ഇമാം റബീഉൽ മുറാദി റഹ്മത്തുള്ളാഹി തആല അലൈഹിം, ഇവരൊക്കെ ഇമാം ഷാഫിഈ തങ്ങളുടെ മുരീദന്മാരാണ്. ഷാഫിഈ ഇമാമിൽ നിന്ന് ആ ഒരു ഖുലുഖും അഖ്ലാഖുകളും ഇൽമുകളും പഠിച്ചെടുത്തവരാ. അബൂ ഹനീഫ തങ്ങളുടെ ഒരു കൃപനായ ശിഷ്യനുണ്ട്, അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അബൂ യൂസുഫ് എന്ന മഹാനായ പണ്ഡിതന്റെ ഗുരുനാഥനും ഷെയ്ഖും മുറബ്ബിയുമാണ് മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, ഹനഫി മദ്ഹബിന്റെ ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി. അബൂ യൂസുഫ് എന്നവരെ ഒരു ചെറിയ ഒരു എഴുത്ത് പാഠശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മഹാനായ അബൂ ഹനീഫ തങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്നതൊക്കെ വളരെ പെട്ടെന്ന് ഈ മോൻ പഠിക്കുന്നുണ്ട്. അപ്പോഴാ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞത്, മോനെ നീ എന്റെ കൂടെ വാ, നിനക്ക് ഞാൻ ഇൽമു പഠിപ്പിച്ചു തരാം. അങ്ങനെ ഒപ്പം കൂട്ടിയതാണ് അബൂ ഹനീഫ തങ്ങൾ. അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി തആല വലിയ വലിയ പണ്ഡിതനായി മാറി. സ്വാഹിബു അബി ഹനീഫ, സ്വാഹിബു അബി ഹനീഫ, അബൂ ഹനീഫ തങ്ങളുടെ സ്വാഹിബ് എന്നറിയപ്പെടുന്ന വിധം മഹാനവറുകൾക്ക് വലിയ മഹത്വം ഈ ഉമ്മത്ത് നൽകുകയാണ്. വാപ്പ ചീത്ത പറഞ്ഞു, വാപ്പയ്ക്ക് ദേഷ്യം വന്നു. കുട്ടി ദർസ് പറഞ്ഞേക്ക വാപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. വാപ്പ ദേഷ്യപ്പെട്ടിട്ട് വന്നു പറഞ്ഞു, അബൂ ഹനീഫ തങ്ങളെ എന്റെ മോനെ നിങ്ങള് കേടുവരുത്താന്ന് ചോദിച്ചു. കേടുവരുത്തേ എന്തേന്ന് ചോദിച്ചു. എന്റെ മകനെ ജോലിക്ക് പറഞ്ഞേച്ച് എന്തെങ്കിലും ദിർഹം കൊണ്ടുവരാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഫാലി ഓതിയിരുന്നിട്ട് എന്ത് കിട്ടാനാ? അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഈ മോനെ ജോലിക്ക് പറഞ്ഞയച്ച് നിങ്ങൾക്ക് കാശ് വേണല്ലേ, എത്ര കിട്ടുമെന്ന് ചോദിച്ചു. അതും അതിലേറെയും ഞാൻ തരാം, ഇത് പിടിച്ചോന്ന് പറഞ്ഞു. ഈ കുട്ടി ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഞാൻ തരാം. അബൂ ഹനീഫ തങ്ങൾ ടെക്സ്റ്റൈൽസ് നടത്തിയിരുന്ന കച്ചവടക്കാരൻ കൂടിയായിരുന്നു അബൂ ഹനീഫ തങ്ങൾ. അറിയോ, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ജന്മം കൊണ്ട് മാതൃഭാഷ അറബിയല്ല. നോക്കണം, ദീൻ നിലനിർത്തി, അല്ലാഹു ദീനെ നിലനിർത്തിയത് വലിയൊരു ഭാഗം അറബികളല്ലാത്ത പണ്ഡിതന്മാരെ കൊണ്ടാണ്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അബൂ ഹനീഫ തങ്ങൾ അങ്ങനെയാണ്. മാലിക് ഇമാം എന്നവർ അറബിയാണ്, പക്ഷേ ഖുറശിയല്ല. ഇമാം ഷാഫിഈ തങ്ങളാണ് ഖുറശിയായ അറബി. അഹ്മദ് ബിൻ ഹംബൽ എന്നിവരും അറബിയാണ്. ഇമാം ബുഖാരി തങ്ങൾ അറബിയാണോ? അല്ല, ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. ഇമാം മുസ്ലിം എന്നവർ ഇറാനിയാണ്. അറബിയാണോ? അല്ല. നസായി തങ്ങൾ ഇറാനിയാണ്, അജമിയാണ്. അബൂദാവൂദ് എന്നവർ ഖുറാസാനിയാണ്. മഹാനായ ഇമാം തുർമുദി തങ്ങൾ, ഞാൻ തുർമുദി ഇമാമിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ അഫ്ഗാനിന്റെ ബോർഡറിലാണ്. ഉസ്ബെക്കിസ്ഥാനിന്റെ തിർമിസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു 10-14 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്യണം. ഉസ്ബെക്കിസ്ഥാനിലെ
അഫ്ഗാൻ ബോർഡറിലേക്ക്. സൈഹൂൻ നദി ഒഴുകുന്ന സ്ഥലമാണത്. 2 മഹാന്മാരുണ്ട് അവിടെ. ആ മനോഹരമായ ഒരു കൊച്ചുനാടാണ്. മഹാനായ ഹക്കീം തിർമിദി എന്ന് പറയുന്ന തസൗഫിന്റെ മഹാൻ അവിടെ ഉണ്ട്. അവിടെ തന്നെയാണ് സുനനിന്റെ സാഹിബായ ഇമാം തുർമിദി തങ്ങൾ, അബൂ ഈസ തുർമിദി തങ്ങളും. അവരൊന്നും അറബികളല്ല. സുബ്ഹാനല്ലാഹ്. ഗസാലി ഇമാം അറബിയാണോ? അല്ല. ഇമാം ഫഖറുദ്ദീൻ റാസി അറബിയല്ല. പക്ഷെ അവർക്ക് അറബി പഠിച്ചവരാ. അറബ് ഭാഷയിലെ ഹുജ്ജത്തുകളായി മാറിയിട്ടുണ്ട്. പക്ഷേ ജന്മം കൊണ്ടവരൊക്കെ അഅജമികളാണ്, അറബികളല്ല. നോക്കണം, സുഹാഹു സിത്തയുടെ ഇമാമിങ്ങളിൽ അറബിയായ ഇമാമിനെ കാണാൻ കഴിയില്ല. ബുഖാരി ഇമാം, മുസ്ലിം ഇമാം, അബൂ ദാവൂദ്, ഇബ്നു മാജ, ഇമാം നസായി, ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി ഒക്കെ അനർബികളാണ്. അല്ലാഹു നോക്കണം, ദീനെ നിലനിർത്തിയത് വലിയൊരു ഭാഗം അറബി ഭാഷ, മാതൃഭാഷ സംസാരിക്കാത്ത ആളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അവരെ കൊണ്ടാണ് ദീൻ നിലനിൽക്കുന്നത്. അവരെ കൊണ്ടാണ് ഹദീസുകൾ നിലനിൽക്കുന്നത്. വലിയ വലിയ പണ്ഡിത് ഇമാം ദഹബി അറബിയല്ല. ഇൽമുൽ ജർഹ് വത്തഅദീൽ അറബികളായ പണ്ഡിതന്മാരുണ്ട്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ, ഇവരൊക്കെ അറബികളാണ്. ഇമാം ഷാഫിഈ തങ്ങൾ അറബിയാണ്. പക്ഷെ ബഹുഭൂരിഭാഗം വരുന്ന അയിമ്മത്തിന്റെ വലിയൊരു വിഭാഗം ഖുറാസാനികളാണ്. ഇമാം മഹദി തങ്ങൾ വരുന്നതും ഖുറാസാനിൽ നിന്നായിരിക്കും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു. ഖുറാസാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഗ്രേറ്റർ ഇറാൻ, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും താജിക്കിസ്ഥാനും ഉൾക്കൊള്ളുന്ന പ്രദേശം. അതാണ് പഴയ കാലത്തെ ഇറാൻ, ഖുറാസാൻ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം. മാവറ അന്നഹർ എന്ന് പറഞ്ഞാൽ ജയ്ഹൂൻ നദിയുടെ മേലെ നിൽക്കുന്ന പഴയകാലത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗം, USSRന്റെ ഭാഗം. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഈ ബുഖാരി ഇമാമിന്റെ നാട്ടിലായിരുന്നു. അവിടെ പോകാൻ അവസരമുണ്ടായി. ഇമാം ബുഖാരി തങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലാണ്. അവിടുത്തെ മഖാമൊക്കെ വളരെ മനോഹരമായ മഖാമാണ്. ബുഖാരി ഇമാമിന്റെ മഖാം വളരെ മനോഹരമാണ്. ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അതിന്റെ പണി കഴിഞ്ഞ് 4-5 വർഷമായിട്ടാണ് പണി തുടങ്ങിയിട്ട്. പണി തുടങ്ങുന്നതിന് മുമ്പ് പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോമ്പൗണ്ടിലേക്ക് ഇപ്പം സന്ദർശകർക്ക് പ്രവേശനമായിട്ടില്ല. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ അത് സായിരീങ്ങൾക്ക് തുറന്നു കൊടുക്കും എന്ന് വിചാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ആലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹ്ബത്ത് കൊണ്ട് വലിയൊരു മഹത്വം നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അടുത്ത് അബ്ദുറഹ്മാൻ ഇബ്നു സാലിം, അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം അൽ അച്ഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഇമാം മാലിക് എന്നവരെ നേരിട്ട് കണ്ട് എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇമാമിനെ കാണണം എന്ന് പറഞ്ഞിരുന്ന മഹാനാണ് അബ്ദുറഹ്മാൻ അൽ അച്ഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മാലിക് ഇമാം പറയും, എന്നോട് സംസാരിക്കണോ? മദീനത്തെ പള്ളിയിൽ ദർസുണ്ട്, നീ ദർസിൽ വന്നിരുന്നു എന്ന് പറയും. എനിക്ക് അങ്ങയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. വലിയ സ്നേഹമായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം അൽ അച്ഖി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മാലിക് എന്നവര് പറഞ്ഞു, ദർസ് കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് പോയാൽ നീ എൻ്റെ അടുത്ത് വന്നിരുന്നോ, ഞാൻ നിനക്ക് ഇൽമു പഠിപ്പിച്ചു തരാം. അങ്ങനെ മഹാനായ അബ്ദുറഹ്മാൻ അൽ അച്ഖി തങ്ങൾ പറയാ, ഇമാം മാലിക് തങ്ങളുടെ കൂടെ ഞാൻ 20 കൊല്ലം ജീവിച്ചു. ആ 20 കൊല്ലത്തിലെ ഓരോ ദിവസവും ദർസിൽ പറഞ്ഞു കൊടുക്കാത്ത ഇൽമു എനിക്ക് പറഞ്ഞു തന്നു. ആരും കേട്ടിട്ടില്ലാത്ത ഇൽമു, മഹാനവറുകൾ ദർസിൽ പറയാത്ത പുതിയൊരു ഇൽമു എനിക്ക് തരാത്ത ദിവസം ഉണ്ടായിട്ടില്ല. 20 കൊല്ലം അവിടെ ദർസിൽ ഇരുന്നിട്ട് ആ ദർസിൽ പറയാത്ത വളരെ രഹസ്യമായ ഗാഢമായ മസ്അലകളും അറിവുകളും ഓരോ ദിവസവും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇമാം മാലിക് എന്നവര്. ഇമാം മാലിക് എന്നവരുടെ അറിവിന്റെ ആ ഒരു ബാഹുല്യം എത്രയായിരിക്കും ആലോചിച്ച് നോക്കൂ. ആലിമുൽ മദീനയിൽ താമസിച്ചു പോയ ഇമാമു ദാരിൽ ഹിജ്റ, മദീനക്കാണ് ദാറുൽ ഹിജ്റ എന്ന് പറയാ. ഇമാമു ദാരിൽ ഹിജ്റ എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു സ്ഥാനം അലങ്കരിച്ച മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ് മഹാനായ മാലിക് ഇബ്നു അനസ് മദനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. 20 വർഷം ഒരു മഹാന്റെ കൂടെ ഇരുന്ന് പഠിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പഠിച്ച് ഒരുപാട് ഇൽമു നേടിയ മഹാന്മാരായ താബിഈങ്ങളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ, മഹാനായ സുബൈർ ഇബ്നു അവ്വാം തങ്ങളുടെ ശിഷ്യന്മാർ, സെയ്ദ് ഇബ്നു ഹാരിസ് തങ്ങളുടെ ശിഷ്യന്മാർ,
മുആദ് ഇബ്നു ജബൽ തങ്ങളുടെ അടുത്ത ശിഷ്യന്മാർ. ഇങ്ങനെ സ്വഹാബികളിലെ ആലിമീങ്ങൾ എന്നറിയപ്പെടുന്ന സ്വഹാബികളുണ്ട്. 21 പേരാണ് സ്വഹാബികളിലെ ആലിമീങ്ങൾ. അവർക്കൊക്കെ നൂറുകണക്കിന് ശിഷ്യന്മാർ സ്വഹാബികളിലുണ്ട്, താബിഈങ്ങളിലുമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഗുരുശിഷ്യ ബന്ധം എന്നത് ഈ ദീനിന്റെ വല്ലാത്ത ഒരു ഘടകമാണ്. സജ്ജനങ്ങളുടെ കൂടെ കൂടിയല്ല എന്താണ് മഹത്വം എന്നറിയോ? ശുദ്ധ ഖുർആൻ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞപ്പോ അവര് 7 പേരായിരുന്നു. സാമിനുഹും കൽബുഹും, അവരിൽ 8ാമത് അവരുടെ നായയായിരുന്നു എന്ന് പറഞ്ഞു. 8ാമത് അവരുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഖുർആൻ പറഞ്ഞെന്താ? 8ാമത് നായയായിരുന്നു. ആ 7ന്റെ കൂടെ കൽബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി വെച്ചു. കാരണം എന്താണെന്നറിയോ? ആ നായ സജ്ജനങ്ങളുടെ കൂടെ കൂടിയ ആളാണ്. അപ്പൊ നമ്മള് എൽമു കുറഞ്ഞ ആളുകളാണ്, നമ്മള് തെറ്റുകൾ കൂടിയ ആളുകളാണ്, നമ്മൾ കുഴപ്പക്കാരാണ്, നമുക്കൊരുപാട് തെറ്റുകുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും ഉണ്ട്. പക്ഷെ നമ്മൾ ആരുടെ കൂടെയാണ്, ആരെയാ നമ്മൾ സ്നേഹിക്കുന്നത്, ആരുടെ സുഹബത്താ നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നത്, ആ ഉണ്ടാകുന്ന മഹത്വം അല്ലാഹു അവർക്കും നൽകുകയാണ്. ഈ 7 പേര് ഗുഹയിലേക്ക് ഇങ്ങനെ രക്ഷപ്പെട്ട് ഓടുമ്പോ നായ അവരുടെ പിന്നാലെ കൂടിയതാണ് ചരിത്രം. നായ പിന്നാലെ കൂടിയപ്പോ ഇമാം ഖുർത്തുബി തങ്ങൾ ആ വിഷയം വളരെ മനോഹരമായി, ഇമാം ഖുർത്തുബി തങ്ങളാണ് ഈ യാത്ര പോയ 7 പേരുടെ പേര് വിവരങ്ങളും നാടും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. തംലീഹ എന്ന് പറയുന്ന ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മളിന്ന് ജോർഡാനിലൊക്കെ പോയ ആളുകൾ അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കിതാബ് എടുത്ത് നോക്കിയാല് ആ സംഭവം നടക്കുന്നത് തർസൂസിലാണ്. തർസൂസ് എന്നതിനെയാണ് ഫഖ്റുദ്ദീൻ റാസി തങ്ങളടക്കം ഇമാം ഖുർത്തുബി അടക്കം അഫ്സോസ്, മദീനത്ത് അഫ്സോസ് എന്ന് തഫ്സീറുകൾ എഴുതി വെച്ചത്. ആ അഫ്സോസ് എന്ന് പറയുന്നത് തർസൂസ് എന്നറിയപ്പെടുന്ന തുർക്കിയിലെ ഒരു സ്ഥലമാണ്. ഇറാഖിന്റെ സിറിയയുടെ ബോർഡറിലേക്ക് വരുന്ന ഒരു സ്ഥലമാണ് തർസൂസ്. അവിടെ ഒരു ഗുഹയുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ വിശ്വാസമാവും അത് അവിടെയാണോ ഇവിടെയാണോ എന്നുള്ളത്. 2 ഭാഗം. ഞാൻ 2 സ്ഥലത്തും പോയിട്ടുണ്ട്. കിതാബ് പറഞ്ഞതനുസരിച്ച് അത് തുർക്കിയിലായിരിക്കണം. തർസൂസും അഫ്സൂസും ആ ഒരു എഞ്ചലൂസ് പർവ്വതവും ഇതൊക്കെ കിടക്കുന്നത് തുർക്കിയിലാണ്. തുർക്കി എന്ന് പറഞ്ഞാൽ ഇസ്തംബൂളിൽ നിന്ന് അദാനയിലേക്ക് ഫ്ലൈറ്റിന് പോകണം. തർസൂസിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് പോകണം. 1.5 മണിക്കൂർ 2 മണിക്കൂറിനകം നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും. എന്നിട്ട് ടാക്സി വിളിച്ച് പോയാൽ മസ്ജിദു അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന നീണ്ട ഒരു ഒറ്റമിനാരമുള്ള ഒരു മസ്ജിദുണ്ട്. അങ്ങനെ തന്നെ ഒരു മസ്ജിദ് ജോർഡാനിലുമുണ്ട്. ജോർഡാനിൽ ആ ഗുഹ കണ്ടാൽ 7 ഖബർ അവിടെ ഉണ്ട്. ഖബറാളികളുടെ എല്ലുകൾ ഒരു ഗ്ലാസിന്റെ ഒരു ഫ്രെയിമിലാക്കി ആ ഖബറിൽ സൂക്ഷിച്ചു വെച്ചത് അവിടെ ചെന്നാൽ കാണാൻ പറ്റും. അങ്ങനെ ഗുഹാവാസികൾ താമസിച്ചു എന്നറിയപ്പെടുന്ന അതിലും വലിയൊരു ഗുഹ, നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് നടന്നു ചെല്ലാൻ കഴിയുന്ന വളരെ തണുപ്പുള്ള ഒരു ഗുഹയുണ്ട് തർസൂസ് പട്ടണത്തിൽ. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇസ്ഹാഖ് ഹുദവി ഉണ്ട്. അദ്ദേഹവും ഞങ്ങൾ 2 പേരും തുർക്കിയിൽ നിന്ന് അങ്ങനെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി യാത്ര പോയിരുന്നു. അവിടെയാണ് ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. ദാനിയാൽ നബിയുടേത് എന്ന് പറയുന്ന ഖബർ അലക്സാൻഡ്രിയയിലുണ്ട്, ഈജിപ്തിൽ. ഞാനവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ ഖബറിന്റെ അടുത്താണ് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പക്ഷേ ദാനിയാൽ നബിയുടെ ചരിത്രത്തിൽ പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഹാനവറുകളുടെ ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ ശരീരം കേടുപാടുകൾ സംഭവിക്കാതെ കണ്ടെത്തിയൊരു ചരിത്രമുണ്ട്. അങ്ങനെ ആളുകൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത വിധം 10-20ഓളം ഖബറുകൾ കുഴിച്ച് ആ ഖബറിൽ ഒന്നിൽ മഹാനവറുകളെ മറവ് ചെയ്തു എന്നൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ശരിയെങ്കിൽ അത് നടന്നത് തുർക്കിയിലാണ്. അല്ലാഹു അലം. ചരിത്രങ്ങൾ ആവർത്തിക്കും. ഒരേ പേരിലുള്ള പ്രവാചകന്മാർ ഒന്നിലേറെ വന്നിരിക്കാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മഖാം എന്ന് പറയുന്നത് സലാലയിലുണ്ട്. അയ്യൂബ് നബിയുടെ ഖബർ എന്ന് പറയുന്നത് ഇറാഖിലുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മഖാമു അയ്യൂബ് എന്ന് പറയുന്ന ഒരു മഖാം തുർക്കിയിലുമുണ്ട്. ഒരേ പേരുള്ള നബിമാർ വന്നിട്ടുണ്ടായിരിക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരേ അയ്യൂബ് നബിയാണ് ഇത്. ഇവർ 3 പേരും ഒരേ നബിയായിരിക്കണം, നമുക്കറിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് എറിയപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലം
ഇന്ന് ഇറാഖിലുണ്ട്. അതേ സ്ഥലം ഷാംലി ഉർഫ എന്ന് പറയുന്ന തുർക്കിയിലെ ഒരു നഗരത്തിലുണ്ട്. അവിടെ നമ്രൂദിന്റെ കോട്ടയുടെ അവശിഷ്ടങ്ങളും അവിടെ ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്ന സ്ഥലം ജലാശയമായി കിടക്കണം. ചുറ്റും ഉണങ്ങിയ നാടാണത്, പക്ഷെ അവിടെ ജലാശയമുണ്ട്. സുബ്ഹാനല്ലാഹ്, മീനും മത്സ്യങ്ങളൊക്കെ ഉള്ള ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ടു എന്ന് പറഞ്ഞ ആ സ്ഥലം ഒരു മസ്ജിദാണ്. ആ മസ്ജിദിന്റെ അടി എന്ന് പറയുന്നത് ഒരു ഗ്ലാസിന്റെ സ്ലാബാണ്, എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് അല്ല. ആ ഗ്ലാസിനടിയിൽ ഉറവ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വെള്ളമാണ്. അവിടെ നമുക്ക് നിസ്കരിക്കാം. ഞാൻ ആ പള്ളി നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മഹാത്ഭുതം അവിടുത്തെ ആളുകൾ പറയുന്നത്, തീ ഇട്ട സ്ഥലം അള്ളാഹു തണുപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഉറവയെ അള്ളാഹു കൊണ്ടുവരികയാണ്. തീയായിരുന്ന സ്ഥലത്ത് നിന്ന് അള്ളാഹു തആല വെള്ളത്തിന്റെ ഉറവയെ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. അതൊക്കെ നമുക്ക് സീറൂഫിൽ അർദ്, അള്ളാഹുവിന്റെ ഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ആ അത്ഭുതങ്ങൾ നമ്മുടെ ഈമാനിനെ ആക്കം കൂട്ടും. അത്തരം നല്ല ഇടങ്ങളും നല്ല സ്ഥലങ്ങളും നമ്മൾ കണ്ടെത്തുമ്പോൾ അറിയുമ്പോൾ മഹത്തുക്കളുടെ ജീവിതത്തിലേക്ക് നമുക്ക് ശരിക്കൊന്ന് കടന്നു ചെല്ലാൻ കഴിയും. സാമിനുഹും കൽബുഹും, 7 ഗുഹാവാസികളുടെ കഥ പറഞ്ഞപ്പോ അവരിൽ 8ാമൻ അവരുടെ നായയായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞതിനെ മഹാന്മാർ പറയുകയാണ്. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ആരാണോ കൂട്ടുകാരൻ, അവർക്കനുസരിച്ചാണ് അല്ലാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യനെ കുറിച്ച് രേഖപ്പെടുത്തുന്നത്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി വലിയ മഹാനാണ്. സാഹിബുൽ ഹികം, ഹികം എന്ന് പറയുന്ന കിതാബിന്റെ രചയിതാവ് മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി. സിക്കന്ദരി എന്ന് പറയുന്നത് അലക്സാൻഡ്രിയയാണ്. അലക്സാൻഡ്രിയ ഈജിപ്തിലാണ് ഇമാം ബൂസൂരി തങ്ങളുള്ളത്. ബുർദയുടെ സാഹിബ് ഇമാം ബൂസൂരി തങ്ങൾ, ബുർദയുടെ സാഹിബ് ഇമാം ബൂസൂരി തങ്ങളും യാഖൂത്തുൽ അർശ് തങ്ങളും അബുൽ അബ്ബാസിൽ മിർസി, ഷാദുൽ ഇമാമിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അബുൽ അബ്ബാസിൽ മിർസി 3 മഹത്തുക്കൾ ഇരിക്കുന്ന 3 പള്ളികളുള്ള 3 മഖാമുകളുണ്ട് അലക്സാൻഡ്രിയയിൽ. അലക്സാൻഡ്രിയക്കാരാണ് ഇബ്നു അതാഇല്ല. ഇബ്നു അതാഇല്ല തങ്ങളുടെ മഖാമുള്ളത് കെയ്റോവിലാണ്. കെയ്റോവും അലക്സാൻഡ്രിയയും തമ്മിൽ ഏകദേശം ഒരു 200-300 കിലോമീറ്ററിന്റെ വ്യത്യാസം കാണും. ഒരുപാട് ആലിമീങ്ങൾ കിടക്കുന്ന സ്ഥലമാണ്. ഒരു മഖാമുകളുടെ ഒരു ലോകമാണ് കെയ്റോ നഗരം എന്ന് പറയുന്നത്. കെയ്റോ നഗരത്തിൽ നമ്മൾ സിയാറത്ത് ചെയ്യാൻ ഇറങ്ങിയാൽ നമുക്ക് ഒരാഴ്ച കൊണ്ടൊന്നും തീരൂല. അത്ര ഇമാം ഷാഫി തങ്ങൾ കെയ്റോവിലാണ്. ഷാഫി ഇമാമിന്റെ ഉസ്താദ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാം സജസ്താനിയുടെ ഗുരുനാഥൻ മഹാനായ വഖീ ഇബ്നുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാഫി തങ്ങളുടെ മഖാമിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇമാം ഷാഫി തങ്ങളുടെ അരികത്താണ് ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ ഇമാമും ഷാഫി ഇമാമിന്റെ 600 വർഷം ശേഷം വന്നിട്ടുള്ള സക്കരിയ അൽ അൻസ്വാരി തങ്ങൾ കിടക്കുന്നത്. ഇങ്ങനെ ഒരുപാട് മഹത്തുക്കളുള്ള നാടാണ്. ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് ഔലിയാക്കന്മാർ ഈജിപ്തിൽ കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ലാ തസ്ഹബ് മൻ ലാ യൻഹലുക ഹാലുഹു വലാ യദുല്ലുക അലല്ലാഹി മഖാലുഹു. ഇബ്നു അതാഇല്ലാഹി തങ്ങൾ പറയുമായിരുന്നു, ലാ തസ്ഹബ്, നീ ഒരിക്കലും നിന്റെ കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുമ്പോ മൻ ലാ യൻഹലുക ഹാലുഹു, നിന്റെ കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുമ്പോൾ ഏതൊരു കൂട്ടുകാരനെ കണ്ടാലാണോ നിനക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം വരുന്നത്, അവരായിരിക്കണം നിന്റെ കൂട്ടുകാർ. വലാ യദുല്ലുക അലല്ലാഹി മഖാലുഹു, ആരുടെ സംസാരം കേൾക്കുമ്പോഴാണോ നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരുന്നത്, അവരെയാണ് നിങ്ങൾ കൂട്ടുകാരായി കൊണ്ടു നടക്കേണ്ടത്. ലാ തസ്ഹബ് ഇല്ലാ മുഅ്മിന വലാ യഅകുൽ തുആമക ഇല്ലാ തഖി. നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനബി തങ്ങൾ പറയുമായിരുന്നു, ലാ തസ്ഹബ് ഇല്ലാ മുഅ്മിന, മുഅ്മിനായ മനുഷ്യന്റെ കൂടെ മാത്രമേ നീ കൂട്ടുകാരനായി ജീവിക്കാവൂ. വലാ യഅകുൽ തുആമക ഇല്ലാ തഖി, അല്ലാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യനായിരിക്കണം നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത്. ഇന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ ട്രെൻഡാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് ചെർക്കളത്തേക്ക് പോവുക, അല്ലെങ്കിൽ മംഗലാപുരത്തേക്ക് പോവുക, ഇത്രയും യാത്ര ചെയ്ത് പോവുക. എന്തിന്? ഏതോ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, അവിടെ നല്ല ഭക്ഷണം ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ആളുകളുടെ ട്രെൻഡ്. എന്ത് ചെയ്യാനാ?
നമ്മൾ അങ്ങനെ പോകുമ്പോൾ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരാളിന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറും. ആ ആളിന്റെ സംസ്കാരം നമ്മുടെ സംസ്കാരമായി മാറും. പടച്ചവനെ ഭയപ്പെടുന്ന ആളായിരിക്കണം നിന്റെ കൂട്ടുകാരനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്, നീ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത് അള്ളാഹുവിനെ വിശ്വസിക്കുന്ന പടച്ചവനെ കുറിച്ചുള്ള ബോധമുള്ള മനുഷ്യനായിരിക്കണം. അള്ളാഹു സജ്ജനങ്ങളുടെ സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ്. ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും ദീനിന് ഉണർവ് നൽകാൻ കഴിയുന്ന മുജദ്ദിദുമാരെ ഒരാൾ എന്നല്ല അവിടെ ഉദ്ദേശം എന്നാണ്. ഇന്നല്ലാഹ യബ്അസു അലാ റഅസി കുല്ലി 100 സനത്തിൻ മൻ യുജദ്ദിദു ലഹാ അംറ ദീനിഹാ. മൻ എന്ന് പറഞ്ഞത് മുഫ്രദിനും ജംഇനും വരും. ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും ദീനിന് ഉണർവ് നൽകുന്ന ഒരുപാട് ആളുകളെ അള്ളാഹു പറഞ്ഞയക്കുന്ന, ഫിഖ്ഹിന് ഉണർവ് നൽകുന്ന ഒരാൾ, തസൂഫിന്റെ ഒരു ഭാഗം, തഫ്സീറിന്, ദീനിന്, നസ്വീഹത്തിന് ഒരാൾ, ഇങ്ങനെ ഓരോ ദീനിന്റെ വിഷയങ്ങൾക്കും ഉണർവ് നൽകുന്ന ആളുകൾ ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും ഈ ഉമ്മത്തിന് വന്നുകൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ മുജദ്ദിദുകളിൽ 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദെന്ന് ബിത്തിഫാഖിൽ ഉലമ, ആലിമീങ്ങളുടെ കൺസെൻസസ്, പണ്ഡിതന്മാരുടെ ഇജ്മാഉള്ള മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഭരണാധികാരിയായിരുന്നു, അമവി ഭരണാധികാരിയാണ്. 2.5 കൊല്ലം ഭരണം നടത്തിയ മഹാനാണ്. പക്ഷേ ഏറ്റവും വലിയ സാഹിദായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് റജാ ഇബ്നു ഹയവ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരിക്കലിങ്ങനെ നടന്നു പോകുമ്പോ ഒരു കുറ്റിക്കാട്ടിൽ ഒരു ചെറുപ്പക്കാരെങ്ങനെ ഒറ്റയ്ക്കിരുന്ന് നിസ്കരിക്കുന്നത് കണ്ടു, ദുഹാ നിസ്കരിക്കുന്നത്. നോക്കുമ്പോ റജാ തങ്ങളാണ്. മഹാനവറുകൾ പറഞ്ഞു, ഈ മനുഷ്യനെ എനിക്ക് വേണം, ഈ റജായിനെ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എന്റെ കൂടെ കൂട്ടണം. അങ്ങനെ സ്വന്തം ടീമിലേക്ക്, മഹാനവറുകളുടെ സ്റ്റാഫിലേക്ക് ഇമാമവറുകൾ തെരഞ്ഞെടുത്തു. ഒറ്റക്ക് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ, ആരും കാണാതെ കുറ്റിക്കാട്ടിനുള്ളിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നത്, അതാണ് ക്രൈറ്റീരിയൻ. അങ്ങനെ മഹാൻ കൂടെ കൂട്ടിയ മഹാനാണ് റജാ ഇബ്നു ഹയവ റഹ്മത്തുള്ളാഹി തആല അലൈഹി. റജാ തങ്ങളോട് ഭരണമേറ്റെടുത്തപ്പോൾ പറഞ്ഞു, ഇന്നി ഉരീദു ഇസ്ലാഹൻ ലിഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാകിന്നി ലാ അജിദു റിജാലഹ. റജായേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ഉമ്മത്തിന് നന്മ ചെയ്യണമെന്നും അവരെ നന്നാക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആളുകളെ എന്റെ കയ്യിലില്ലല്ലോ, കാണുന്നില്ലല്ലോ. ആരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ നന്നാക്കേണ്ടത്? എനിക്ക് പറ്റുന്ന ഈ ഉമ്മത്തിനെ നന്നാക്കണം. 1-ാം നൂറ്റാണ്ടിലായി പറയുന്നത്, 1-ാം നൂറ്റാണ്ടിലായി പറയുന്നത്, താബിഈങ്ങളുടെ കാലം. ഈ ഉമ്മത്തിനെ ഒന്ന് പരിഷ്കരണം ചെയ്യണം, അവരെ ഒന്ന് നന്നാക്കിയെടുക്കണം. വലാകിന്നി ലാ അജിദു റിജാലഹു. അതിന് പറ്റുന്ന സ്റ്റാഫുകൾ എന്റെ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് റജാ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റജാ ഇബ്നു ഹയവ തങ്ങൾ മറുപടി കൊടുത്തു, യാ അമീറുൽ മുഅ്മിനീൻ, വിശ്വാസിനികളുടെ നേതാവായവരെ, അസ്സുൽത്താനു കസ്സൂഖ്, ഒരു ഭരണാധികാരി ഒരു മാർക്കറ്റ് പോലെയാണ്. യജ്ലിബു ഇലൈഹാ മൻ യുറവ്വിജു ഫീഹാ. ആ അങ്ങാടികളിൽ കൊണ്ടുവരപ്പെടുന്ന സാധനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ആ ആവശ്യം തേടി അങ്ങാടിയിൽ, മാർക്കറ്റിൽ ആളുകൾ വരും. മാർക്കറ്റിൽ ആവശ്യമുള്ള സാധനം കൊണ്ടുവച്ചാൽ അത് വാങ്ങിക്കാൻ ആളുകൾ വരും. അതുപോലെയാണ് ഭരണാധികാരി. ജനങ്ങൾക്ക് ആവശ്യമുള്ള നന്മ നിങ്ങളിലുണ്ടെങ്കിൽ ആളുകൾ അങ്ങോട്ട് വരും. അതുകൊണ്ട് ഭരണാധികാരി നല്ല മനുഷ്യനായാൽ എല്ലാ നല്ലവരും ആ നല്ല മനുഷ്യന്റെ രംഗത്തേക്ക് ഓടി വരും. ഭരണാധികാരി മോശമാണെങ്കിൽ എല്ലാ മോശപ്പെട്ടവരും അങ്ങോട്ട് ഓടി വരും. ولا شك أن قرين السوء هو من البلاء الذي ينشأ من المعصية. അതുകൊണ്ട് പ്രിയപ്പെട്ട നേതാവേ, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നന്നാവണം, നിങ്ങളും നന്നാവണം, എന്നാൽ ജനങ്ങൾ നന്നാവും. അങ്ങനെ ഒരു ഭരണാധികാരിയുടെ 2.5 വർഷത്തെ ഭരണം കൊണ്ട് ഈ ഉമ്മത്തിന് മുഴുവൻ ഇസ്ലാഹ് ചെയ്യാൻ കഴിഞ്ഞ, മസ്ലഹത്ത് ചെയ്യാൻ കഴിഞ്ഞ, സ്വലാഹ് നൽകാൻ കഴിഞ്ഞ, തർബിയത്ത് ചെയ്യാൻ കഴിഞ്ഞ, തസ്കിയത്ത് ചെയ്യാൻ കഴിഞ്ഞ മഹാനാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. തന്റെ കൂട്ടുകാരന്റെ ഉപദേശമാണത്. നിങ്ങൾ നന്നാവുകയാണ് വേണ്ടത്. അതേ മോശമായത് കൊണ്ടല്ല.
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളെ കണ്ടുകൊണ്ടാണ് ജനങ്ങൾ പഠിക്കുന്നത്. അന്നാസു അലാ ദീനി മുലൂകിഹിം, ഇങ്ങനെ പറയും. ഹദീസാണോന്ന് എനിക്കറിയില്ല. അന്നാസു അലാ ദീനി മുലൂകിഹിം, രാജാക്കന്മാരുടെ ദീനാണ് ജനങ്ങളുടെ ദീന്. എങ്ങനെയാണോ ഭരണാധികാരി അങ്ങനെയായി ജനങ്ങൾ മാറുന്ന. ഭരണാധികാരി അഹ്ലുസുന്നയുടെ ആളാണോ, ജനങ്ങളൊക്കെ അഹ്ലുസുന്നയാവും. ഭരണാധികാരി ബിദ്അത്തിന്റെ ആളാണോ, ആളുകൾ അങ്ങനെയാവും. അങ്ങനെ ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. അന്നാസു അലാ ദീനി മുലൂകിഹിം. അപ്പോ നേതാക്കന്മാർ, നേതൃത്വം നൽകുന്ന ആളുകൾ, അത് നമ്മുടെ ഉറൂസിനാവട്ടെ, നമ്മുടെ മസ്ജിദിനാവട്ടെ, നമ്മുടെ മദ്രസകൾക്കാവട്ടെ, നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾക്കാകട്ടെ, മുമ്പിൽ നിൽക്കുന്ന ആളുകൾ നന്നാവുമ്പോൾ അവരുടെ കൂടെ ഒരുപാട് നല്ല ആളുകൾ ഒരുമിച്ച് ചേരും. ആ നല്ല ആളുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് ഔറാദുകളും വിർദുകളും സ്വലാത്തുകളും ദിക്റുകളും നല്ല മജ്ലിസുകളും കിട്ടാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് സുഗന്ധം പരക്കും. ആ സുഗന്ധം നമ്മുടെ നാടുകളിലെത്തും, നമ്മുടെ രാജ്യത്തിന്റെ മുക്കുമൂലകളിലെത്തും, ലോകത്തിന്റെ മുക്കുമൂലകളിലെത്തും. അള്ളാഹു നമുക്ക് സജ്ജനങ്ങളുടെ കൂടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബിനോട് ചോദിച്ചു സ്വഹാബിമാർ, നബിയേ, നാളെ മരിച്ചു കിടക്കുമ്പോ അരികത്ത് കിടക്കുന്ന ഖബർ ഒരു നല്ല മനുഷ്യന്റേതാവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നോട് പറഞ്ഞു തരും. നിങ്ങളുടെ വീട്, ദുനിയാവിലെ വീട്, ആ വീടിന്റെ അയൽപക്ക താമസിക്കുന്ന ആൾ നല്ല മനുഷ്യനായാൽ ഗുണമുണ്ടോ, ചീത്ത മനുഷ്യനായാൽ ദോഷമുണ്ടോ? അവര് പറഞ്ഞു, തീർച്ചയായും നബിയെ. എങ്കിൽ ഖബറിലും അങ്ങനെയാണ്. നിങ്ങളുടെ തൊട്ടരികത്ത് കിടക്കുന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ ഒരു ആലിമോ ഒരു സ്വാലിഹായ മനുഷ്യനോ ആണെങ്കിൽ അവിടെ നടക്കുന്ന സ്വർഗത്തിന്റെ സുഗന്ധവും പരിമളവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. തൊട്ടടുത്തുള്ള ആൾ അദാബിലാണെങ്കിൽ ആ നരകത്തിന്റെ ഭയാനകമായ ഒച്ചകളും ബഹളങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനോട് മരിച്ചു കിടക്കുമ്പോഴും തൊട്ടരികത്ത് കിടക്കുന്ന ഖബർ ഒരു നല്ല മനുഷ്യന്റേതാവണേ എന്ന് ദുആ ഇറക്കണേന്ന അള്ളാഹുവിനോട് നമ്മൾ അതുകൊണ്ടാ ദുആ ചെയ്യുന്നത്. ജീവിച്ചിരിക്കുമ്പോഴും നാളെ മരിച്ചാലും മരിച്ചു കഴിഞ്ഞ് മഹ്ശറയിലേക്ക് വരുമ്പോഴും അള്ളാഹു നമുക്ക് മുഅ്മിനീങ്ങളുടെ സുഹ്ബത്തും അവരുടെ ഷഫാഅത്തും കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി രക്ഷപ്പെടുത്തി തരട്ടെ. അമ്പിയാക്കന്മാര് ഷഫാഅത്ത് ചെയ്യും, ഔലിയാക്കന്മാര് ഷഫാഅത്ത് ചെയ്യും, ശുഹദാക്കൾ ഷഫാഅത്ത് ചെയ്യും. അത് കഴിഞ്ഞാൽ ഓരോ മുഅ്മിനും ഓരോ വിശ്വാസിയും തന്റെ കൂട്ടുകാരായ വിശ്വാസികൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കും. റബ്ബേ, ഇതെന്റെ കൂട്ടുകാരനാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറയാറുള്ളത്, അലൈക്കും ബിൽ ഖില്ലാൻ, നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ വേണം. കാരണം നാളെ അവർ നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്തു തരും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ നല്ലവരാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഗുരുനാഥന്മാർ ഉസ്താദുമാർ ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്നവർ ഒക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളോട് നീ റഹ്മത്ത് ചെയ്യണേ പടച്ചവനെ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മാരകങ്ങളായ വേദന സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ അനുഭവിക്കുന്ന രോഗികളുണ്ടല്ലോ. അള്ളാഹു ഇവർക്കൊക്കെ ഈ പരിശുദ്ധ മജ്ലിസിന്റെ ഇവിടുത്തെ മഖാം, ഇവിടെ അന്ത്യവിഷമങ്ങളുള്ള മഹത്തുക്കളായ ആളുകൾ, ഈ സദസ്സിൽ ആമീൻ പറയുന്ന മുഅ്മിന് മുഅ്മിനാത്തുകൾ, ഇവിടേക്ക് ഈമാനിന്റെയും അമീനിന്റെയും ബറക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫ കൊടുക്കണേ റബ്ബേ. അത്തരം രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരെയും, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെയും പരീക്ഷിക്കരുതേ തമ്പുരാനെ. കാരുണ്യവാനെ, നിനക്ക് ശുക്ർ ചെയ്യുന്നവരാക്കണേ റബ്ബേ. നിനക്ക് വേണ്ടി അമല് ചെയ്യുന്നവരാക്കണേ റബ്ബേ. ഞങ്ങൾ ഹൃദയം നന്നാക്കി തരണേ അല്ലാഹ്. ഈ ശഅബാനിന്റെ രാപ്പകലുകൾ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണേ റബ്ബേ. റമളാനിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരണേ പടച്ചവനെ. ഖൽബിനെ വൃത്തിയാക്കി താ റബ്ബേ. ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധിയാക്കി താ പടച്ചവനെ. നിന്നെക്കുറിച്ചുള്ള മഹാഫത്ത് ഞങ്ങളുടെ ഖൽബിൽ നൽകണേ പടച്ചവനെ. അല്ലാഹു നിന്നെക്കുറിച്ചുള്ള ഖശീയത്ത് നൽകണേ പടച്ചവനെ. നിന്നെക്കുറിച്ചുള്ള ഭയപ്പാട് നൽകണേ റബ്ബേ. നിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള റജാ നൽകണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളുടെ വിദ്യാർത്ഥിനികളെ, യുവതലമുറയെ സ്വാലിഹീങ്ങളാക്കണേ പടച്ചവനെ. ഞങ്ങളൊക്കെ നീ നന്നാക്കി തരണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ പടച്ചവനെ. اللهم بارك لنا فيما بقي من أيام وليالي شعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز دينك وجندك وكلمتك إلى يوم الدين. اللهم انصر مساجدنا ومعاهدنا ومدارسنا
ومشاريعنا ومجالسنا يا رب العالمين. اللهم إنا نستودعك إيماننا ويقيننا ومساجدنا وعلماءنا وفقهاءنا وحفاظنا، اللهم احفظهم بحفظك يا خير الحافظين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അള്ളാഹുവെ, പരിശുദ്ധമായ സമസ്തകല ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം നടക്കുകയാണ്. അതിൻ്റെ സമാപന സമ്മേളനം നാളെ നടക്കുമ്പോൾ അള്ളാഹുവെ അതൊരു വലിയ വിജയമാക്കി തരണേ പടച്ചവനെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ നുസ്റത്താക്കി മാറ്റിത്തരണേ പടച്ചവനെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ശബ്ദം അള്ളാഹുവെ എന്നും അജയ്യമായി നിലനിർത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈ ഉമ്മത്തിന്റെ ഉമറാ സജ്ജനങ്ങൾ സ്വാലിഹീങ്ങൾ എല്ലാവരുടെയും ഒത്തൊരുമയും സ്നേഹവും ഒരുമയും ഒരു മനസ്സായി ഒന്നിച്ചു നിന്ന് അള്ളാഹു നിന്റെ ദീനിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം നീ നൽകണേ തമ്പുരാനെ. ബിജാഹി വഹഖ് നബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته.